ദൈവം അബ്രഹാമിനെ പിതൃഭവനത്തിൽ നിന്നും ദേശത്തിൽ നിന്നും വേർപിരിച്ചു, സെപ്പറേറ്റ് ചെയ്തു. അവൻ ഒറ്റപ്പെട്ടവനായി. ഇപ്പൊ അമ്മ മരിച്ച മകൻ വെളിമ്പ്രദേശത്ത് അലഞ്ഞു തിരിയുകയാ. അവിടെ ദൈവത്തോട് അബ്രഹാം എലയാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവം ഒരു കണക്ഷൻ ഉണ്ടാക്കി തരും. അബ്രഹാമേ, നീ പരദേശിയാ, നീ അപ്പൻ്റെ കുടുംബം വിട്ടവനാ, നീ സ്വന്തം നാട് വിട്ടവനാ, നിന്റെ മകനെ ആര് തരുമെന്നാ പറയുന്നത്? അല്ല, ഇനി ഒന്നും നടന്നില്ലേ, മകനെ തിരിച്ച് അവിടെ കൊണ്ട് വിട്ടേക്കട്ടെ. അബ്രഹാം പറഞ്ഞു, നോ 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 നോ, അവനെ തിരിച്ച് അവിടെ കൊണ്ടുവിടേണ്ട ഗതികേട് എൻ്റെ ദൈവം വരുത്തത്തില്ല. പകരം അവന് വേണ്ടി ദൈവം ഒരു കണക്ഷനെ ഉണ്ടാക്കി തരാം. ആമേൻ. അങ്ങനെ പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് എലയാസർ കടന്നുപോയിട്ട് പറയുന്ന ഒരു ഭാഗമാണ്, എൻ്റെ യജമാനനോട് അവൻ്റെ ദൈവം ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ യജമാനൻ ഒരിടത്തു നിന്ന് വേർപിരിയപ്പെട്ടവനാണെങ്കിൽ, ഒരിടത്തു നിന്ന് പറിക്കപ്പെട്ടവനാണെങ്കിൽ, ഒരിടത്തു നിന്ന് ഒറ്റപ്പെട്ടവനാണെങ്കിൽ അവനെ എവിടെ ചേർക്കണമെന്ന്, അവനെ എവിടെ കണക്ട് ചെയ്യണമെന്ന് ഈ എൻ്റെ ദൈവത്തിനറിയാം. അതെൻ്റെ ദൈവത്തിൻ്റെ ദയയാണ്, അതെൻ്റെ യജമാനൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ നീ മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെ നീ ചെത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെ നീ കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെ നീ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കണക്ട് ചെയ്യപ്പെടേണ്ടയിടത്ത് നിന്നെ കണക്ട് ചെയ്ത് നിന്നെ മാനിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദൈവം അബ്രഹാമിനെ പറിച്ചു. ഇപ്പോൾ അബ്രഹാമിനെ ദൈവം കണക്ട് ചെയ്യുന്നു. അബ്രഹാമിനെ പറിച്ചു, അബ്രഹാമിനെ ദൈവം കണക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പറഞ്ഞാട്ടെ, എന്നെ പറിച്ച ദൈവം എന്നെ കണക്ട് ചെയ്യുകയും ചെയ്യുക. കാട്ടൊലിവിൽ നിന്ന് നിന്നെ വെട്ടിയെങ്കിൽ വെറുതെ നിന്നെ കണ്ട് കുശുമ്പ് കൊണ്ടോ അസൂയ കൊണ്ടോ അല്ല അവൻ വെട്ടിയത്. നിന്നെ കൊണ്ട് ചേർക്കാൻ നല്ലൊരു കണക്റ്റിംഗ് പോയിന്റ്, ഒരു കണക്റ്റിംഗ് പോർട്ടൽ കണ്ടിട്ട് തന്നെ ദൈവം നിന്നെ ചില ഇടങ്ങളിൽ നിന്ന് വെട്ടിയത്. സ്തോത്രം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം വിശ്വസ്തനായിരുന്നോ? ദൈവം അബ്രഹാമിനെ കണക്ട് ചെയ്തു കൊടുത്തു. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ദൈവം പറിക്കുകയും ദൈവം ചേർക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം അവനെ ചിതറിക്കുകയാണ്. പക്ഷേ ദൈവ സാന്നിധ്യത്തിൻ ഇല്ലായ്മയിൽ അല്ലെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളിൽ എവിടെ ചിതറിക്കപ്പെട്ടതിനെയും പരിശുദ്ധാത്മാവിൽ ദൈവം ഐകമത്യപ്പെടുത്തി തരും. ഞാൻ ആവർത്തിക്കട്ടെ, അറിയായ്മയുടെ കാലങ്ങളിൽ നിങ്ങൾ എവിടെ ചിതറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ക്രിസ്തുവിങ്കലേക്ക് അടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ കണക്ട് ചെയ്ത് ഐകമത്യപ്പെടുത്തി തരുന്നത് കാണുവാൻ കഴിയാം. ഞാൻ 2 വേദഭാഗങ്ങളെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രളയാനന്തര ഭൂമിയെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രളയാനന്തര ഭൂമിയിൽ മനുഷ്യൻ മുഴുവനും ഒന്നിച്ചു ചേർന്ന് അവൻ സമഭൂമിയിൽ കടന്നു ചെന്ന് ഒരു പട്ടണവും അതിനോട് ചേർന്നൊരു ഗോപുരവും പണിയുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവം ആ ദേശത്തേക്ക്, ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ദൈവം ആ പണിയെ നിർത്തി ചെയ്യുകയാണ്. അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 11-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ തക്കവണ്ണം അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം ഇവിടെ എന്തിൻ്റെ ദൈവമാണ്? ദൈവം കലക്കത്തിൻ്റെ ദൈവമാണ്. ദൈവം കലക്കിക്കളയുകയാണ്. ദൈവഹിതമല്ലാതെ ദൈവത്തോട് മത്സരിച്ച് അറിയായ്മയിലും ധാർഷ്ട്യത്തിലും മനുഷ്യൻ മൂവ് ചെയ്യുമ്പോൾ ദൈവം അവനെ ചിതറിച്ചു കളഞ്ഞു. ദൈവം അവനെ കലക്കിക്കളഞ്ഞു. നൂറ്റാണ്ടുകൾ ഈ കലക്കത്തിനകത്ത് മനുഷ്യൻ കിടന്നു. പക്ഷേ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. കണ്ടോ, ഉൽപ്പത്തി 11-ൽ ചിതറിച്ചവരെ ദൈവം അപ്പോസ്തല പ്രവൃത്തി 4-ൽ വിശ്വാസം എന്ന ഒരൊറ്റ വിഷയത്തിനകത്ത് ദൈവം അവരെ ഇങ്ങനെ യുണൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആവർത്തിക്കട്ടെ, ഇന്നലകളിൽ എവിടെ നിന്റെ ബലഹീനതകൾ കൊണ്ടോ, നിന്റെ പിതാക്കന്മാരുടെ അറിവുകേട് കൊണ്ടോ, നിന്റെ പൂർവിക പാപം കൊണ്ടോ ശാപം കൊണ്ടോ എവിടെ നീ ചിതറപ്പെട്ടു പോയെങ്കിലോ, വിശ്വസിക്കുമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഒരു യൂണിഫിക്കേഷൻ, വിശ്വസിക്കുമെങ്കിൽ
ദൈവത്തിൻ്റെ ഒരു ഐകമത്യപ്പെടുത്തൽ, ദൈവത്തിൻ്റെ ഒരു ഏകീകരണത്തെ കാണുവാൻ കഴിയുക. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വാസത്താൽ ഒരു ഏകീകരണം എന്നിൽ സംഭവിക്കാം. വിശ്വാസത്താൽ ദൈവം ചിലതിനെ കണക്ട് ചെയ്യാം. വിശ്വാസത്താൽ ദൈവം ചിലതിനെ കണക്ട് ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അതിലേക്ക് പതുക്കെ പതുക്കെ കയറി വരട്ടെ. ഒരു മനുഷ്യൻ വിശ്വാസത്താൽ ആത്മാവിനാൽ ദൈവ പദ്ധതിക്കകത്ത് അവൻ കണക്ട് ആയി കഴിഞ്ഞാൽ എത്ര ബലഹീന സാഹചര്യമാണെങ്കിലും ഹി ഷാൽ ബി സക്സസ്ഫുൾ. അവൻ ഒരു ജയശാലി, അവൻ അതിനകത്ത് ജയമുള്ളവനായിരിക്കുക. ഒരു മനുഷ്യൻ ദൈവ പദ്ധതി പ്രകാരം കണക്ട് ആയാൽ അവൻ എത്ര ബലഹീനനായിരുന്നാലും ഹി വിൽ ബി എ സക്സസ്ഫുൾ മാൻ. അവൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പക്ഷേ അവൻ്റെ കണക്ഷൻ ദൈവ പദ്ധതിക്കകത്തല്ലെങ്കിൽ അവൻ എത്ര ബലവാനായിരിക്കട്ടെ, അവൻ പൊളിയുക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഒരുവൻ ദൈവാത്മാവിനാൽ കണക്ട് ചെയ്യപ്പെടുമ്പോൾ അവൻ എത്ര ബലഹീനനായിരുന്നാലും അവൻ ജയിക്കും. പക്ഷേ ഒരുവൻ എത്ര ബലവാനായിരുന്നാലും ദൈവ പദ്ധതിക്കല്ലാത്ത കണക്ഷൻ ആണെങ്കിൽ അവൻ പൊളിയുക തന്നെ ചെയ്യും. ഞാൻ രണ്ട് ഭാഗങ്ങളെ കാണിച്ചു തരാം. രണ്ട് രാജാക്കന്മാരുടെ കാലം, രണ്ടും ദാവീദിന്റെ സന്തതികൾ തന്നെയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായ, അതിലേക്ക് കടന്നു വരുമ്പോൾ 48-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 രാജാക്കന്മാർ 22:48 സുപരിചിതമായ വേദഭാഗമാണ്. ഓഫീരിൽ പൊന്നിന് പോകേണ്ടതിന് യഹോശാഫാത്ത് തർശീസ് കപ്പലുകളെ ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ കൊണ്ടുവരാനുള്ള ചരക്ക് എന്താണ്? പൊന്നാണ്, സ്വർണം കടത്താനാണ്. സ്വർണം കടത്തുക എന്ന് പറയുമ്പോൾ എത്ര കിലോ കാണുമായിരിക്കും? അങ്ങേ അറ്റം പോയ ഒരു 100 കിലോ അല്ലെങ്കിൽ ഒരു 1000 കിലോ, ഒരു ടണ്ണെന്നിരിക്കട്ടെ, അതിൽ കൂടുതൽ ഏതായിരുന്നാലും സ്വർണം കൊണ്ടുവരത്തില്ലല്ലോ. അകൽ സ്വർണം കൊണ്ടുവരേണ്ടതിന് ഈ മനുഷ്യൻ എന്തോ ഉണ്ടാക്കി? സ്വർണം കൊണ്ടുവരേണ്ടതിന് കപ്പലുകൾ ഉണ്ടാക്കി. കൊണ്ടുവരേണ്ടത് എന്താണ്? സ്വർണം. കൊണ്ടുവരുവാൻ തക്കവണ്ണം താൻ ഉണ്ടാക്കിയത് ഏതാണ്? കപ്പലുകൾ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, സ്വർണം ഒരിക്കലും വലിയ കണ്ടെയ്നറിനകത്തൊന്നും കയറ്റിക്കൊണ്ട് വരത്തില്ല. സ്വർണം ഒരു രാഷ്ട്രത്തിലേക്ക് എത്ര സ്വർണം കൊണ്ടുവന്നാലും അതിനെ ഒരു തൂക്കത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് തുലോം ചുരുക്കമായിരിക്കും. എന്നാൽ ഈ തുലോം ചുരുക്കമായിരിക്കുന്ന സ്വർണത്തെ കൊണ്ടുവരാൻ താൻ കപ്പലുകൾ ഉണ്ടാക്കി. എന്നാൽ ഈ കപ്പലുകൾ സംഭവിച്ചത്, എന്നാൽ കപ്പലുകൾ എസ്യോൻ ഗേബേരിൽ വെച്ച് ഉടഞ്ഞു പോയതുകൊണ്ട് അവയ്ക്ക് എന്ത് ചെയ്തില്ല? അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. ആകയാൽ യഹോശാഫാത്ത് സമ്പന്നനായിരിക്കുന്ന രാജാവ് കപ്പലുണ്ടാക്കി സ്വർണം കടത്താൻ നോക്കി. പക്ഷെ നടന്നില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് നാം ശ്രദ്ധിച്ചാൽ, യഹോശാഫാത്ത് രാജാവാകുമ്പോൾ അന്ന് യഹൂദൻ ഒരു ഭാഗത്ത്, ഇസ്രായേലിനൊരു ഭാഗത്ത്. യഹൂദനും ഇസ്രായേലിനും തമ്മിൽ പിണങ്ങി താമസിക്കുന്ന കാലമാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് ഭരിക്കുന്നത്, ശമര്യ തലസ്ഥാനമായ ഇസ്രായേൽ, ബഥേൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേൽ ഭരിക്കുന്നത് ആഹാബ് എന്ന് പറയുന്ന രാജാവാണ്. യഹൂദ, ബെന്യാമീൻ, യഹൂദ, ലേവ്യൻ നിൽക്കുന്ന യെരൂശലേം തലസ്ഥാനമായി നിൽക്കുന്ന യഹൂദ രാഷ്ട്രം ഭരിക്കുന്നത് യഹോശാഫാത്താണ്. അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയി. ആഹാബ് ഇസ്രായേലിൻ്റെ രാജാവാണ്. ഏലിയാവിൻ്റെ കാലത്ത് ദോഷപ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ഈ ആഹാബ് ചത്തു. ഈ ആഹാബ് ചത്തതിന് ശേഷം ആഹാബിൻ്റെ മകൻ അതിനു പകരം രാജാവായി തീർന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ആഹാബിൻ്റെ മകൻ അതിനു പകരം രാജാവായി തീർന്നു. ഈ ആഹാബിൻ്റെ മകൻ രാജാവായി തീർന്നതിന് ശേഷം, സ്തോത്രം, ആഹാബിൻ്റെ മകനായ അഹസ്യാവ് രാജാവായി തീർന്നതിന് ശേഷം ഈ യഹോശാഫാത്തും അഹസ്യാവും തമ്മിൽ എന്തുണ്ടായെന്നറിയാമോ? യഹോശാഫാത്തും അഹസ്യാവും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടായി. ഈ അഹസ്യാവിൻ്റെ അമ്മ ആരാണ്? ഇസബേല്. അഹസ്യാവിൻ്റെ അപ്പൻ ആരാണ്? ആഹാബ്. ഇങ്ങനെ ഇസബേലിൻ്റെയും ആഹാബിൻ്റെയും മകനുമായിട്ട് യഹോശാഫാത്തിന് ഇപ്പം എന്തായി? ഒരു കണക്ഷനായി. ആ കണക്ഷൻ വന്ന സമയത്ത് അഹസ്യാവ് യഹോശാഫാത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങളിങ്ങനെ തർശീസ് കപ്പലുകൾ ഉണ്ടാക്കി അവിടെ പോയി പൊന്നു കൊണ്ടുവരും, ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അഹസ്യാവുമായി യഹോശാഫാത്ത് കൂട്ടുകെട്ടി. യഹസ്യാവ് പറഞ്ഞു കൊടുത്ത ഐഡിയയ്ക്കകത്ത് ഇവൻ കപ്പലുണ്ടാക്കിപ്പോയി. പക്ഷേ പോയ കപ്പല് ഉടഞ്ഞുപോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. എന്നാൽ ഈ ഉടഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോശാഫാത്തിന് മാനസാന്തരം വന്നു. നമ്മുടെ പല പുള്ളികൾക്ക് എത്ര തട്ട് കിട്ടിയാലും ഇത് മനസ്സിലാവത്തില്ല. ഈ കപ്പൽ ഉടഞ്ഞു പോയി കഴിഞ്ഞ ഉടനെ അഹസ്യാവ് ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ. അഹസ്യാവ് വന്ന് യഹോശാഫാത്തിൻ്റെ അടുക്ക് പറഞ്ഞു, സാറേ
കൂട്ടുകാരാ, അതെ, നിന്റെ കപ്പൽ ഉടഞ്ഞു പോയത് കപ്പലിൻ്റെ കുഴപ്പമൊന്നുമല്ല, ഓടിക്കാൻ നിന്റെ ആൾക്കാർക്ക് നല്ല പരിചയമില്ലാത്തതുകൊണ്ടാ. ചങ്ക് വിഷമിക്കേണ്ട. ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൂടെ നല്ല ഷിപ്പ് ക്യാപ്റ്റന്മാരുണ്ട്, എൻ്റെ കൂടെ നല്ല സ്രാങ്ക് ഉണ്ട്, എൻ്റെ 3-4 പേരെയും കൂടെ നിന്റെ കപ്പലിനകത്ത് വിട്ടു തരാം. പോയത് പോട്ടെ, അടുത്ത കപ്പലുണ്ടാക്കിയ യഹോശാഫാത്തെ, അതിനകത്ത് എൻ്റെ ക്യാപ്റ്റനും സ്രാങ്കും എല്ലാം നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 49-ാം വാക്യത്തിൽ, അന്നേരം ആഹാബിൻ്റെ മകനായ അഹസ്യാവ് യഹോശാഫാത്തിനോട്, എൻ്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്തിന് മനസ്സിലായിരുന്നു. യഹോശാഫാത്ത് മാനസാന്തരപ്പെട്ടു. യഹോശാഫാത്തിനൊരു കാര്യം മനസ്സിലായി, കപ്പൽ പണിതാലും ശരി, ബന്ധങ്ങൾ നല്ലതല്ല എങ്കിൽ കപ്പൽ ഉടഞ്ഞു പോകും. യഹോശാഫാത്ത് നൈസായിട്ട് അഹസ്യാവുമായിട്ടുള്ള ബന്ധം അകറ്റി. യഹോശാഫാത്ത് നല്ല മനുഷ്യനായിരുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, സ്വർണം കൊണ്ടുവരാൻ കപ്പലുണ്ടാക്കി. എന്നോട് ചേർന്നെന്ന് പറഞ്ഞ്, സ്വർണം കൊണ്ടുവരാൻ കപ്പലുണ്ടാക്കി. പക്ഷേ ഈ കപ്പല് ഉടഞ്ഞുപോയി. സ്വർണം കൊണ്ടുവന്നോ? ഇല്ല. എന്നാൽ വേറെ ഒരു ബന്ധത്തെ ഞാൻ കാണിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാം അധ്യായം 1 രാജാക്കന്മാർ 5:9, എൻ്റെ വേലക്കാർ ലെബാനോനിൽ, 8-ാം വാക്യം തുടങ്ങി വായിക്കാം. ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ, 7-ാം വാക്യം തുടങ്ങി വായിക്കാം. ഹീരാം ശലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു രാജാവിനെ, ഹീരാമിനെ കാണാം. ആ ഹീരാമിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുന്ന ദാവീദിന്റെ സ്നേഹിതൻ. ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു ആര്? ഹീരാം. ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു ഹീരാം. അപ്പൊ ദാവീദ് ആരാധനാഗീതം പാടുക മാത്രമല്ല, ദാവീദിന്റെ ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും ആരുമായിട്ടായിരുന്നു? ആരാധിക്കുന്നവനുമായിട്ടായിരുന്നു. അപ്പൊ ഹീരാമിന് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഹീരാം ഇവിടെ എന്ത് പറയുക? യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് ദാവീദും ഹീരാമും തമ്മിലുള്ള കണക്ഷനാ. ഇതേ ഹീരാമുമായിട്ട് ഇപ്പോൾ ശലോമോൻ കണക്റ്റായി. ശലോമോൻ കണക്റ്റായിട്ട് ഹീരാമിന് ലെറ്റർ അയച്ചു കഴിഞ്ഞ ഉടനെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. അവൻ്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു കൊച്ചു ദൈവത്തിനല്ല അവൻ നന്ദി പറഞ്ഞത്, പകരം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവനുമായി കണക്ഷനുകൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഹീരാമിൻ്റെ അടുക്കൽ ശലോമോൻ പറഞ്ഞു, എനിക്ക് കുറച്ച് മരങ്ങൾ വേണം, ദൈവാലയം പണിയാനാണെന്ന്. സ്വർണം ഇത്രയുണ്ട്, മരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു തടി തന്നെ എത്രയായിരിക്കും? അവിടെ പറയുകയാണ്, ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞത്, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ ചെയ്യാം. ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെ ഞാൻ ചെയ്യാം. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചെങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എൻ്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എൻ്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെ ഹീരാം ശലോമോന് ദേവദാരുവും സരളമരവും അവൻ്റെ ഇഷ്ടം പോലെയൊക്കെയും കൊടുത്തു പോന്നു. ശലോമോൻ ഹീരാമിൻ്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. സ്വർണം കൊണ്ടുവരാൻ കപ്പലുണ്ടാക്കിയ മോൻ്റെ കപ്പല് പൊളിഞ്ഞുപോയി. പക്ഷെ തടി കൊണ്ടുവരാൻ ഇപ്പോൾ ഇദ്ദേഹം എന്താ പണിതത്? കപ്പലാണോ പണിതേ? പിന്നെ ചെങ്ങാടം കെട്ടിച്ചു. ഈ ചെങ്ങാടം ഏത് തടാകത്തിക്കട വന്നേ? ഈ ചെങ്ങാടം ഏത് തോട്ടിക്കട വന്നേ? നമ്മളെല്ലാവരും ചെങ്ങാടം കണ്ടിട്ടുണ്ട്. കായലിൽ കൂടെ ചെങ്ങാടം കെട്ടിപ്പോകുന്നത് കണ്ട് ജങ്കാറൊക്കെ കണ്ടിട്ടുണ്ട്. കൈത്തോടിൽ കൂടെ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ വാഴപ്പിണ്ടി ഇട്ട് ചെങ്ങാടം കെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കടലിനകത്ത് ചെങ്ങാടം കെട്ടിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇവിടെ ഹീരാം ശലോമോന്റെ അടുക്കൽ പറയാ, ഇത്രയും പോകുന്ന സാധനമൊന്നുമല്ല, ഒരു പട്ടണം മുഴുവൻ പണിയാനുള്ള ദേവദാരുവും സരളമരവും ഇവിടെ പറയാം, ഞാൻ ചെങ്ങാടം കെട്ടിച്ച് ലെബാനോനിൽ നിന്ന് കടല് വഴിയായി കെട്ടഴിച്ചങ്ങ് വിട്ടേക്കാം, അത് നീ നിന്റെ ആൾക്കാരെ വെച്ച് അങ്ങ് പിടിച്ചു മേടിച്ചോളാൻ. ദൈവം ഉണ്ടാക്കുന്ന കണക്ഷനകത്ത് കപ്പല് വേണ്ട സഹോദരങ്ങളെ. ചെങ്ങാടത്തിനകത്ത് കടലിനകത്തൂടെ ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ദൈവത്തിന്റെ കൃപ നിന്നെ കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ, കടലിനകത്തുകൂടെ ചെങ്ങാടം കെട്ടി ദൈവം നിന്നെ കൊണ്ടുപോകുക. നിനക്ക് പോകാൻ ഒരു കപ്പൽ വേണ്ട, നിനക്ക് പോകാൻ ഒരു ബോയിങ് 757 വേണ്ട. കമേൻ, കടലിനകത്ത് ചെങ്ങാടം കെട്ടിച്ച് നിന്നെ പ്രൊസീഡ് ചെയ്യിക്കാൻ, കടലിനകത്ത് ചെങ്ങാടം കെട്ടിച്ച് നിന്നെ മൂവ് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഇത്രയും പോന്ന് പൊന്നു കൊണ്ടുവരാൻ കപ്പലുണ്ടാക്കിയ മുതലാളിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇത്രേ മരം കൊണ്ടുവരാൻ കടലിനകത്ത് ചെങ്ങാടം കെട്ടിച്ച് സാധിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞോട്ടെ, മനുഷ്യൻ അവന്റെ സകല ടെക്നോളജിയോ സ്കില്ല് കൊണ്ട് കഴിയാത്ത സാഹചര്യങ്ങൾ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത്, നിന്റെ അഭിഷേകത്തിനകത്ത് നീ കണക്റ്റായാൽ സ്വർഗം അത് ചെയ്തു തരാം. ഇന്ന് പകൽ ഇതിനകത്ത് സ്വർഗം ചിലതിനെ കപ്പല് കൊണ്ട് നടക്കാത്ത, ആമേൻ, ഞാൻ ആവർത്തിക്കട്ടെ, കപ്പല് കൊണ്ട് നടക്കാത്തതിനെ ചെങ്ങാടം കൊണ്ട് നടത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് കപ്പലുകൾ തകർന്നയിടത്ത് ചെങ്ങാടത്തിനകത്ത് കാര്യം നടത്തുന്ന ദൈവത്തിന്റെ അസാധാരണത്തെ വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. Holy Spirit, Rekha Nama Sarthaniya യഹോശാഫാത്തിന്റെ കപ്പലുകൾ യേശോൻ ഗബേരിൽ വെച്ച് ഉടയുമ്പോൾ ഇതാ വലിയ പിടിമുറ്റാത്ത, അളക്കാൻ പറ്റാത്ത വലിയ സരളമരവോ ദേവദാരുവോ കടലിനകത്ത് ചെങ്ങാടത്തിൽ കൂടെ ഒഴുകി വരുന്നു. കാരണം അതിന്റെ പിമ്പിലുള്ള കണക്ഷൻ ദൈവത്തിൻ്റെതായിരുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് സ്വർഗം ചിലർക്ക് വേണ്ടി ചില കണക്ഷനുകളെ ഒരുക്കുകയാ. ആരാധിക്കുന്ന ദൈവ പൈതലെ, നിന്റെ മേൽ ദൈവത്തിന്റെ സ്പിരിറ്റ്, നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ചില കണക്ഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അസാധാരണമായ കപ്പലുകൾ ചലിക്കാത്തയിടത്ത് ചെങ്ങാടത്തിനകത്ത് ചലിക്കുന്ന ദൈവത്തിന്റെ കണക്ഷനുകൾ തലമുറ കൈമാറുന്ന രാഷ്ട്ര ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ Jesus, Jesus, Jesus. Rathana Manasaba Pravalkanam, Arthanam Badia Lagandaredi, Arthana Diadera, Abhishegamula Deva Baidale, Sadarana Karna Kapalil Chalikan Gadiata Edata, Sadarana Karna, Amen Rocketil Chalikan Gadiata Edata, Nichangadatil Chalikiman Paranya, in the Pagali Viswasika, Sadarana Karna Kapaligal Udanjadata, Ninda Changadam Chalikyo, Sadarana Karna Kapaligal Tagarna Edata, Ninda ചെങ്ങാട കാര്യങ്ങളെ സാധിപ്പിച്ചെടുക്കുക. കാരണം കണക്ഷൻ ദൈവത്തിൻ്റെതാണെങ്കിൽ ഫുൾഫിൽമെന്റും ദൈവത്തിൻ്റെതാ, ബന്ധങ്ങൾ ദൈവത്തിൻ്റെതാണെങ്കിൽ നിവർത്തീകരണവും ദൈവത്തിൻ്റെതാ. Shabaria Rathanadia Ardhana Regalam Pravashara Pravonia Ardhala Regasam Tharia Thera in the Pagalkala ഇതിനകത്ത് ദൈവികമായ കണക്ഷനുകൾ എൻ്റെ മേൽ സംഭവിക്കട്ടെ എന്ന് സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചു തുടങ്ങിയിട്ട് നീ കടന്നു പോകുന്ന പാതകൾ ഏതായിരുന്നാലോ, നീ സഞ്ചരിക്കുന്ന വഴികൾ ഏതായിരുന്നാലോ അതിൻ്റെ മുകളിലെ കണക്ഷനുകൾ ദൈവികമാകട്ടെ. ഒരു നിമിഷം കരമടിച്ച് അഭിഷേകത്തിന് സ്വാതന്ത്ര്യം കൊടുത്താട്ട്, അഭിഷേകത്തിന് സ്വാതന്ത്ര്യം കൊടുത്താട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് കണക്ഷൻ സംഭവിച്ചാലോ അത് ദൈവത്തിൻ്റെത് മാത്രമാകട്ടെ. മനുഷ്യൻ എന്തൊക്കെ ചെയ്താലോ, മനുഷ്യൻ എന്തൊക്കെ പ്രവർത്തിച്ചാലോ എൻ്റെ മേലുള്ള കണക്ഷൻ അത് ദൈവികമാകട്ടെ. ദൈവം ചലിപ്പിക്കാത്ത ഒരു ബന്ധങ്ങളോ ദൈവം കണക്ട് ചെയ്യാത്തതൊന്നും എനിക്ക് വേണ്ട. ദൈവത്തിൻ്റെ കണക്ഷനുകൾ, ദൈവത്തിൻ്റെ ബന്ധങ്ങൾ എൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇന്ന് പകലത് സ്വർഗ ചിലർക്ക് വേണ്ടി ദ ഡിവൈൻ കണക്ഷൻസ് സ്വർഗം ഡിവൈൻ കണക്ഷനുകളെ നൽകുകയാ. ഇന്ന് പകൽക്കാല നിന്റെ പ്രതികൂലത്തിന്റെ അവസ്ഥകൾ പോലെ ഒരു ചില വിധമായ വലിയ ദൈവിക ബന്ധങ്ങൾ
അത്ഭുതങ്ങൾക്ക് സ്വർഗം കാരണമാക്കി തീർക്കുകയാ. സ്വർഗം കാരണമാക്കി തീർക്കുകയാ. അർദ്ധനാ ലബസ്യ, 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 റൂബ സൗഡ ഏ രബപ്രഭാനി. മനുഷ്യൻ ദോഷമായി ചെയ്യുന്നത് പോലെ നിനക്ക് നന്മയായി മാറുന്ന ഒരു ഡിവൈൻ കണക്ഷൻ ഇതിനകത്ത് സ്വർഗം ചെയ്യുകയാ. ഹേ ലാബ ശരധാനിയ അർദ്ധനാ രഗശബപ്രഭാനി, അർദ്ധനാ ലഗസ്യപ്രഭാനി, അർദ്ധനാ ലഗഡഗലഗഡഗ സംപ്രഭാനി, അർദ്ധനാ ലഗസപ്രഭാനി. ഹോലി സ്പിരിറ്റ് റദ്ധന സബപ്രഭാനി. ദൈവം ഒരുത്തനെ കണക്ട് ചെയ്യാൻ തുടങ്ങിയ മക്കളെ, ദൈവം ഒരുത്തനെ കണക്ട് ചെയ്യാൻ തുടങ്ങിയ മനുഷ്യൻ അവനെതിരെ എന്തൊക്കെ ചെയ്താലോ അത് മുഴുവൻ ദൈവിക കണക്ഷനുകളെ ഒന്ന് കാറ്റലൈസ് ചെയ്യത്തേ ഉള്ളൂ. അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഒരിക്കലും ദൈവിക കണക്ഷനുകൾ മനുഷ്യന്റെ പദ്ധതി കൊണ്ട് വെട്ടപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് പൈതലെ നിന്നോട് ഉറപ്പിച്ച് പറയുന്നു, യെസ്, മനുഷ്യൻ എത്ര പ്രവർത്തിച്ചാലും ദൈവത്തിന്റെ കണക്ഷനുകളെ കാറ്റലൈസ് ചെയ്യത്തേ ഉള്ളൂ, ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യത്തേ ഉള്ളൂ. അതിനെ 1 മില്ലിമീറ്റർ പോലും താക്കാൻ, അതിനെ ഒരു മില്ലിമീറ്റർ പോലും ഡീവിയേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല. ഞാൻ അടുത്ത കയറുന്ന ദൂത് അതിനകത്ത്, അതിന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് മാനുഷിക പദ്ധതികളെ പൊളിച്ചെടുക്കുന്നത് നീ കാണും. ഹോളി സ്പിരിറ്റ് രഥനമശാർഥാനിയ. മനുഷ്യൻ പറയുന്നതിനെ ദൈവം ആകെ തിരിച്ചെഴുതോ. മനുഷ്യൻ പറയുന്നതിനെ ദൈവം തിരിച്ചെഴുതോ. നിന്റെ മേലൊരു ഡിവൈൻ പ്രോമിസ് കിടപ്പുണ്ടെങ്കിൽ, നിന്റെ മേലൊരു ഡിവൈൻ കണക്ഷൻ കിടപ്പുണ്ടെങ്കിൽ, മനുഷ്യൻ ചിന്തിക്കുന്നതിനെ ദൈവം തലകുത്തി നിർത്തോ. ദൈവം അതിനെ അപ്സൈഡ് ഡൗൺ ആക്കി തീർക്കോ. ഓ രാമശരബാനിയ. എൻ്റെ സഹോദരങ്ങളെ, യോസേഫ് അവൻ്റെ വീട്ടിൽ നിന്ന് അവസാന യാത്ര പുറപ്പെടുന്ന ദിവസം, യോസേഫ് അവൻ്റെ വീട്ടിൽ നിന്ന് അവസാനമായി പോവുകയാണ്. അപ്പൻ അവനെ പറഞ്ഞയക്കുക. നമുക്കറിയാം, അന്ന് അപ്പൻ പറഞ്ഞൊരു വേർഡുണ്ട്. എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 37:13. ഇസ്രായേൽ യോസഫിനോട്, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആടുമേയ്ക്കുന്നു, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുമെന്ന് പറഞ്ഞു. യോസഫ് അപ്പനോട് ഞാൻ പോകാം എന്നും പറഞ്ഞു. ഇവിടെ യാക്കോബ് യോസഫിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയക്കും. പക്ഷെ വാസ്തവത്തിൽ യാക്കോബ് യോസഫിനെ അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? എടാ, നാളെ നിന്റെ സഹോദരന്മാർ നിന്നെ വന്ന് കാണുന്ന പൊസിഷനിലേക്കാണ് ഞാൻ നിന്നെ കയറ്റിവിടുന്നത്. ഇപ്പൊ യോസഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പറയാ, ഞാൻ ചേട്ടന്മാരെ കാണാൻ പോവുകയാണെന്ന്. അല്ല യോസഫേ, നീ ചേട്ടന്മാരെ കാണാൻ പോവല്ല, നീ ഒരു പൊസിഷനിലേക്ക് പോവുക. നാളെ നിന്റെ ചേട്ടന്മാര് നിന്നെ വന്ന് കാണുന്ന ഒരു പൊസിഷനിലേക്ക്. യാക്കോബ് പറഞ്ഞതിനെ ദൈവം ഇങ്ങനെ, അതാ ഞാൻ പറഞ്ഞത്, തലകുത്തനെ ചെയ്യുമെന്ന്. The Lord will upside down the thoughts of the men. നിന്റെ അപ്പന് പോലും നിന്നെ കുറിച്ചുള്ള ചിന്തകളെ അപ്സൈഡ് ഡൗൺ ചെയ്യോ. യാക്കോബ് പറയുക, യോസഫേ വാ, ഞാൻ നിന്നെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയക്കാം. സ്വർഗത്തിൽ ദൈവം ഇരുന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, യാക്കോബെ ചുമ്മാതാ, അവനൊരിക്കലും സഹോദരന്മാരെ കണ്ട് ലക്ഷ്യം മേടിച്ച് വരത്തില്ല, അവനൊരിക്കലും സഹോദരന്മാരെ കണ്ട് കാശ് മേടിച്ചിട്ട് വരത്തില്ല. പകരം അവനൊരു പൊസിഷനിലേക്ക് പോവുകയാ. നാളെ അവന്റെ സഹോദരന്മാർ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് ലക്ഷ്യം വാങ്ങി, അവന്റെ കയ്യിൽ നിന്ന് ധാന്യം വാങ്ങി മടങ്ങി വരോ. തീർന്നില്ല. അപ്പൻ ഏതായാലും യോസഫിനെ ചേട്ടന്മാരുടെ അടുക്കൽ അയക്കുമ്പോ യോസഫിനെ അന്നൊരു ഡ്യൂട്ടി കൊടുത്ത് അയച്ചത്, ദേ ഈ അപ്പം എല്ലാം നീ എന്ത് ചെയ്യണം, ഈ അപ്പം ഈ ഫുഡ് മുഴുവൻ നീ ചേട്ടന്മാർക്ക് കൊണ്ട് കൊടുക്കണം. അന്ന് അപ്പൻ കൈവച്ച് കൊടുത്തതാ, നിന്റെ ചേട്ടന്മാർക്ക് ഇനിയും തുടങ്ങി ഫുഡ് കൊടുക്കുന്നത് നീ ആയിരിക്കും. അന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് ആദ്യം ചേട്ടന്മാർക്ക് കൊണ്ട് കൊടുത്തു. പിന്നീട് സിംഹാസനത്തിലിരുന്ന് ധാന്യം മുഴുവനും എടുത്ത് ചാക്കിനകത്ത് നിറച്ച് കൊണ്ടുവന്ന കാശും തിരിച്ചു വെക്കുമ്പോ യോസഫ് ഒരു കാര്യം പറഞ്ഞു, എന്റെ അപ്പൻ എന്നെ അയച്ചത് ചേട്ടന്മാർക്ക് അപ്പം കൊടുക്കാനാ, സഹോദരന്മാർക്ക് അപ്പം കൊടുക്കാനാ. എന്റെ മേളിലുള്ള നിയോഗം അതാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കാം. ഇന്ന് പകൽക്കാലം നീ ചെയ്യുന്ന ചെറിയ ചില കാര്യങ്ങൾ വലിയ വാഗ്ദത്തങ്ങളിലേക്കുള്ള സ്റ്റെപ്പുകളാകുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറ.
അർദ്ധലാന മനസ്യ, അർദ്ധലാന മനസ്യ, അൽധനാല മനസ്യ, അൽധനമല ഭാസ്യ, അൽധനാല ഭാസ്യ, അൽധനാരിയ. ഓ, ഇതിനകത്ത് എതിരായി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ തന്റെ ജനത്തിന് വേണ്ടി ദൈവം ന്യൂട്രലൈസ് ചെയ്യുകയല്ല, ഫേവർ ആക്കുകയാണ്. The adverse condition is going to be the most favorable situation. Oh, Ramasharthenia, Lakaraba Sarthania, Sabataradi, Eraba Karbania. Amen, 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 amen. അപ്പൻ യോസഫിൻ്റെ അടുക്ക പറയാ, യോസഫേ, എനിക്കൊരു കാര്യം അറിയാം. എൻ്റെ മക്കള് ശേഖേമിൽ പോയിരിക്കുക, എൻ്റെ മക്കള് ശേഖേമിൽ പോയിരിക്കുക. ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും. യാക്കോബ് യോസഫിനെ എവിടെ വരെ അയച്ചത്? ചേട്ടന്മാരുടെ അടുക്കൽ വരെ. പക്ഷേ യാത്ര പുറപ്പെടുമ്പോൾ സ്വർഗം യാക്കോബിനെ നോക്കി ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് വിട്ട ചേട്ടന്മാരുടെ അടുത്ത് വരെ വിടാൻ പറ്റും, പക്ഷെ ഞാൻ അവനെ അങ്ങ് കൊണ്ടുപോവുക കേട്ടോ, അങ്ങ് മിസ്രൈമിലെ കൊട്ടാരത്തിൽ വരെ ഞാൻ അവനെ അങ്ങ് കൊണ്ടുപോകും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയാം, നിൻ്റെ അപ്പനും അമ്മയ്ക്കും നിന്നെ അയക്കാൻ കഴിയുന്ന ഒരു എക്സ്റ്റൻറ്റ് ഉണ്ട്, പക്ഷെ അതിനപ്പുറം ദൈവത്തിനൊരു എക്സ്റ്റൻറ്റ് ഉണ്ട്. യാക്കോബ് പറഞ്ഞു, യോസഫേ, I will send you to your brethren. നിന്റെ ചേട്ടന്മാരുടെ അടുക്കലേക്ക് ഞാൻ വിടാം, നിന്റെ ചേട്ടന്മാരുടെ അടുക്കലേക്ക് ഞാൻ വിടാം. പക്ഷെ ദൈവം അപ്പുറത്ത് നിന്ന് പറഞ്ഞു, ഞാൻ അവനെ ചേട്ടന്മാരുടെ അവിടെ കൊണ്ട് ഒതുക്കത്തില്ല, ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് അവനെ കൊണ്ടുപോകും. ജീസസ്. യാക്കോബിന് ഇവിടം വരെ അറിയത്തുള്ളായിരുന്നു, ശേഖം വരെ അറിയത്തുള്ളൂ. അവിടെ നിന്ന് ഡിവൈൻ കണക്ഷൻസ് ആരംഭിക്കുകയാണ് യോസഫിന് സംഭവിച്ച ഒരു 6-7 ഡിവൈൻ കണക്ഷൻസിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഡിവൈൻ കണക്ഷൻസ് സ്റ്റാർട്ട് ആവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യാക്കോബ് യോസഫിൻ്റെ അടുക്ക് പറഞ്ഞു പോകാൻ പറഞ്ഞു. യോസഫ് പോയി. അവന് ഡിവൈൻ കണക്ഷൻസ് അവിടെ ആരംഭിക്കുക. അപ്പൻ അവനോട് പറഞ്ഞു, നീ ശേഖേമിൽ സഹോദരന്മാരുടെ അടുക്കൽ വരെ പോകാൻ. പക്ഷേ അപ്പൻ പറഞ്ഞ വാക്കിന് അണുവിട തെറ്റാതെ യോസഫ് ശേഖേമിൽ വരെ എത്തി. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ല. സ്തോത്രം. ശേഖേം മുഴുവനും താൻ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ആട്ടിൻകൂട്ടമില്ല. ഒരു ഇടയനെ സംബന്ധിച്ച് ആട് പോയ വഴി കണ്ടാൽ തന്നെ അറിയാം, അവിടുത്തെ പുല്ലുകളെല്ലാം, അവിടുത്തെ ആ പുൽപ്പുറങ്ങളിലൊക്കെ അതിൻ്റെ പാട് കാണും, അവിടെയൊക്കെ ആട്ടിൻകാട്ടം കാണും, അവിടെയൊക്കെ ഒരു ആടിൻ്റെ മണം കാണും. ഇതൊക്കെ അവിടെ കാണാൻ കഴിയും. ഉത്സവം കഴിഞ്ഞ റോഡിൽ കൂടെ നമ്മൾ പിറ്റേന്ന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നലെ ഇവിടെ എല്ലാം കെട്ടുകാഴ്ചയായിരുന്നു നമുക്കറിയാം. ഇതുപോലെ ആട്ടിൻകൂട്ടം പോയ വഴി കണ്ടാൽ അറിയാം. 10 ഇടയന്മാർ ആടിനെ മേയ്ക്കുമ്പോൾ എത്രായിരം ആട് കാണും, എത്ര കാണും. അതൊക്കെ 10 പേരുടെ ഒരു ഇടയക്കൂട്ടം കൊണ്ടുപോകുന്ന ഒരു വലിയ ആട്ടിൻകൂട്ടമാണ്. അത് പോയാൽ അതിൻ്റെ അടയാളം കാണും. പക്ഷെ ശേഖേമിൽ ചെന്നപ്പോൾ ഒരു അടയാളവും ഇല്ല. അവിടെ നിൽക്കുമ്പോൾ ദൈവം യോസഫിന് വേണ്ടി ഒരു ഡെസ്റ്റിനി ഹെൽപ്പറിനെ അയച്ചു. അവിടേക്ക് ഒരാൾ കടന്നു വന്നു. 37-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 15-ാം വാക്യത്തിൽ അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ എന്തന്വേഷിക്കുന്നുവെന്ന് അവനോട് ചോദിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആട് മേയ്ക്കുന്നുവെന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു ചെന്നു, ദോദാനിൽ വെച്ച് കണ്ടു. എൻ്റെ സഹോദരന്മാരെ, ഈ 10 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം ഒരാളെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇവരെവിടോട്ടാ പോകുന്നതെന്ന് അത് കേൾക്കാൻ തക്കവണ്ണം. എന്നിട്ട് ആ മനുഷ്യനെ യോസഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു. അവരെങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ പറയട്ടെ, കേൾക്കാനും പറയാനും ഒരുത്തനെ ദൈവം ഒരുക്കി. കേൾക്കാനും പറയാനും ദൈവം ഒരുത്തനെ ഒരുക്കി. ഞാനതിനെ ഒരു സ്പിരിച്വൽ സെൻസിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഒരു ഭയങ്കരമായ ഗിഫ്റ്റാണ് ദൈവശബ്ദം കേൾപ്പാനും അതവനോട് അറിയിപ്പാനുമുള്ള ഒരഭിഷക്തൻ. സ്തോത്രം, സ്തോത്രം. കേൾപ്പാനും പറയാനും. അവർ ദോദാനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു.
ദോദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് കിണറുകൾ എന്നാണ്. അതിൻ്റെ അർത്ഥം രണ്ട് ഉറവുകൾ, ഭൂമിയിൽ നിന്ന് സ്വയമേ ഉത്ഭവിച്ച രണ്ട് നീരുറവുകളെന്നും അതിനർത്ഥമുണ്ട്. രണ്ട് കിണറുകളുണ്ട്. അവിടെ യോസഫിൻ്റെ അടുക്കൽ പറയുക, അവർ രണ്ട് കിണറുകളുള്ള ആ സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ യോസഫിനെ ആ മനുഷ്യനെ എങ്ങോട്ട് വിടുകയായിരുന്നു? ഒരു കിണറ്റിലേക്ക് വിടുകയായിരുന്നു. അപ്പൻ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വിട്ടു. പക്ഷെ ശേഖേമിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ പറയുക, a well is waiting for you, a pit is waiting for you, go there. നീ ആ ദോദാനിലേക്ക് പോ, അവിടെ കിണറുണ്ട്, ആ കിണറ്റിലേക്ക് ഞാൻ നിന്നെ വിടുകയാ. വാസ്തവത്തിൽ ശേഖേം വരെ യോസേഫ് പോയത് സഹോദരന്മാരെ അന്വേഷിച്ചായിരുന്നു. പക്ഷെ ശേഖേമിൽ നിന്ന് ദോദാനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു കിണറ്റിലേക്ക് പോവുകയായിരുന്നു. ജീവിതത്തിൽ ചില കിണറുകളിലേക്ക് ദൈവം വിടും. ദോദാനിൽ ഒത്തിരി പൊട്ടക്കുഴികളുണ്ട്. കാരണം ഇവിടെ നീരുറവുണ്ടായതുകൊണ്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് കുഴിച്ചു നോക്കും വെള്ളം കിട്ടുമോ എന്ന്. പക്ഷേ വെള്ളമില്ലാത്ത ഒത്തിരി കിണറുകൾ അവിടെയുണ്ട്. ഒത്തിരി പേർ പരാജയപ്പെട്ട ഒരു കിണർ, ഒത്തിരി പേർ പരാജയപ്പെട്ട, അധ്വാനിച്ചിട്ട് നന്മ കാണാത്ത കിണർ. യോസെഫിനെ ദോദാനിൽ കാത്തിരിക്കുകയാണ്. അധ്വാനിച്ചിട്ട് നന്മ കാണാത്ത ഒരു കിണറിലേക്ക്. ഞാൻ പറയും, ദ ഡിവൈൻ ഡെസ്റ്റിനേഷൻസ്, ഡിവൈൻ കണക്ഷൻസ്. യോസെഫ് പോയി ദോദാനിൽ ഒരു കിണറ്റിലേക്ക് ഇറങ്ങി. ഞാനതിനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. യോസെഫ് ഒരു കിണറ്റിൽ കിടക്കുകയാണ്. യോസെഫേ, നീ എങ്ങോട്ടാ പോയത്? ഞാൻ ദോദാനിലേക്കാണ് വന്നത്. കിണറ്റില. സ്തോത്രം. പക്ഷേ കിണറ്റിലെത്തിയതോടുകൂടി യോസെഫിൻ്റെ ഡിവൈൻ കണക്ഷൻസ് അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 23-ാം വാക്യത്തിൽ, യോസെഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്തൊരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. സ്തോത്രം. ദോദാനിൽ പോയവൻ ദോദാനിലെ ഒരു കുഴിയിൽ വീണു. അടുത്ത ഭാഗം, അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധ പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇശ്മായേല്യരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, ആ ടൈമിങ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇശ്മായേല്യർ മിദ്യാനിൽ നിന്ന് കച്ചവടക്കാർ വരികയാണ്. ദൈവം യോസെഫിന് വേണ്ടി ഒരുക്കുന്ന അടുത്ത ഡെസ്റ്റിനി ഹെൽപ്പർ. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ കടന്നു വരുന്നത് കുറെ വൈക്കോല് കച്ചവടക്കാരായിരുന്നെങ്കിൽ, കുറെ ഗോതമ്പ് കച്ചവടക്കാരായിരുന്നെങ്കിൽ, കുറെ അരിക്കച്ചവടക്കാരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് മീൻ കയറ്റിക്കൊണ്ട് വരുന്ന കണ്ടെയ്നർ ലോറിക്കകത്തായിരുന്നു ഇവനെ കയറ്റി വിട്ടിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കമ്പത്തുനിന്ന് പശുവിനെ കയറ്റിക്കൊണ്ട് വരുന്ന, പോത്തിനെ കയറ്റിക്കൊണ്ട് വരുന്ന ഒരു ലോറി ആയിരുന്നു ആ സമയത്ത് വന്നിരുന്നതെങ്കിൽ, ഇവനെ അവരെ ഉറപ്പായിട്ടും പിടിച്ച് എന്ത് ചെയ്തേനെ? അവരുടെ കൊടുത്തേനെ. പക്ഷേ യോസെഫിന് എവിടെയാണോ കൊണ്ടെത്തിക്കേണ്ടത് അതിന് തക്കവണ്ണമുള്ള മർച്ചൻസിനെയാണ് ദൈവം കൊണ്ടുവരുന്നത്. ഇപ്പോൾ വരുന്ന മർച്ചൻസ് ആരാണെന്നറിയാമോ? സന്നിധായകവും കുന്തിരിക്കവും മൂരും സുഗന്ധവർഗ്ഗങ്ങൾ വിൽക്കുന്ന നല്ല പെർഫ്യൂം മർച്ചൻസിനെ ഇവരെ അവിടോട്ട് പോയി ചാളവത്തെ എന്ന് വിളിക്കുന്ന ലോക്കൽ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവരല്ല. അവരവിടുത്തെ ഹയർ ഒഫീഷ്യൽസിന്റെ അടുക്കൽ, അവരവിടുത്തെ ഉന്നതന്മാരുടെ അടുക്കൽ കച്ചവടത്തിന് പോകുന്നവരാണ്. യോസഫിനെ കച്ചവടം ചെയ്യാൻ നിർത്തുമ്പോൾ യോസഫിനെ മീൻചന്തയിൽ കൊണ്ടുപോയി നിർത്തത്തില്ല, മറവുശാലയിൽ കൊണ്ടുപോയി നിർത്തത്തില്ല. കാരണം അവിടെ വെച്ച് അവനെ വില പറഞ്ഞ് വിറ്റാൽ അവനെ ഏതെങ്കിലും പന്നിയെ മേയ്ക്കാനോ, അവനെ ഏതെങ്കിലും ആടിനെ മേയ്ക്കാനോ, അവനെ ഏതെങ്കിലും കോഴി ഫാമിനെ കൊണ്ട് നിർത്തത്തുള്ളൂ. യോസഫിനെ കൊണ്ടുപോയി ഒരു ആട്ടിടയന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ കാണാം ഒരു അടിമച്ചന്തയിലായിരുന്നു വിറ്റതെങ്കിൽ യോസഫ് അവരുടെ അടുക്ക പറഞ്ഞേനെ, ഞാൻ നന്നായി, ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ആടുമാടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആടിനെ നോക്കാൻ നിൽക്കാം എന്ന് പറഞ്ഞ് യോസഫിനെ അവിടുത്തെ നല്ലൊരു ആട്ടിടയൻ്റെ, നല്ലൊരു കൃഷിക്കാരൻ്റെ വീട്ടിലാക്കിയനെ. പക്ഷേ യോസഫിനെ വിൽക്കാൻ ഒരുത്തൻ വരണമെങ്കിൽ അത് ദൈവം നിർണയിക്കുന്നവനായിരിക്കുക. സന്ധിനായകവും സുഗന്ധ പശയുമായിട്ട് ഒരു കൂട്ടർ ഇശ്മായേല്യർ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ
സ്തോത്ര. യോസഫിന് വേണ്ടി ദൈവം കരുതുന്ന കരുതലുകൾ അറിഞ്ഞാട്ട് എൻ്റെ സഹോദരങ്ങളെ, നിന്റെ ജ്യേഷ്ഠന്മാർ നിന്നെ വിലക്കി വിൽക്കുമ്പോൾ, നിന്റെ ജ്യേഷ്ഠന്മാർ നിന്നെ തള്ളിക്കളയുമ്പോൾ, നിന്റെ ഉറ്റ സഹോദരങ്ങൾ നിന്നെ വലിച്ചെറിയുമ്പോൾ, നിന്നെ കരുതാൻ തക്കവേണ്ട ഒരു ലോക്കൽ മാർക്കറ്റിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അവിടെ നിന്ന് യോസഫിന്റെ ഓരോ ഡിവൈൻ പോയിന്റുകളിലോ ഡിവൈൻ ഡെസ്റ്റിനേഷൻ മറഞ്ഞിരിപ്പുണ്ട്. യോസഫേ, നീ പൊട്ടക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റപ്പെടുമ്പോൾ നിന്നെ മിദ്യാന്യ കച്ചവടക്കാരിൽ ഏറ്റവും കോസ്റ്റ്ലി സാധനങ്ങൾ വിൽക്കുന്ന ഏറ്റവും ഉന്നതന്മാരായ കച്ചവടക്കാരുമായി യോസഫിന്റെ ഡീൽ ഉറപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ അവിടെ നിറവേറ്റപ്പെടുകയായിരുന്നു. ഇന്ന് പകൽ വിശ്വസിക്ക, നിന്നെ സംബന്ധിച്ച് ശത്രു ഡീൽ ഉറപ്പിക്കോ, പക്ഷെ അതും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം. യോസഫിന് വേണ്ടി ഡീൽ ഉറപ്പിക്കുമ്പോ ഇവരറിഞ്ഞില്ല ഇത് ദൈവത്തിന്റെ ഡീലിംഗ് ആണെന്ന്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോട്ട് നിന്നെ ലോക്കൽ മാർക്കറ്റിൽ കൊണ്ട് നിർത്താൻ ദൈവം അനുവദിക്കത്തില്ല. ഹോളി സ്പിരിറ്റ്, അടിമക്കച്ചവടക്കാർക്ക് വിറ്റെന്നൊന്നും പറയരുത് കേട്ടോ. പകരം ആർക്കാ വിറ്റതെന്നറിയാമോ? സുഗന്ധ പശയോ സന്ധിനായകവും വിൽക്കുന്ന ഏറ്റവും ഹൈ ലെവലിലുള്ള മിസ്രൈമിൽ ചെന്നാൽ അവിടെ നല്ല പണക്കാർ കാണോ, അവർക്ക് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി നല്ല കൂടിയ അത്തറ, നല്ല കൂടിയ ഓയിലുമായിട്ട് കടന്നു പോകുന്ന, രാജഗ്രഹങ്ങളിൽ പുകയ്ക്കാനുള്ള കുന്തിരവുമായിട്ട് കടന്നു പോകുന്നവരുമായി യോസഫിനെ കണക്ട് ചെയ്തുവെങ്കിൽ ഇന്ന് പകൽക്കാല ദൈവം നിനക്ക് തരുന്ന കണക്ഷൻ നിന്റെ ഡെസ്റ്റിനിയെ കുറിച്ച് ഉദ്ദേശിച്ചുള്ളതായിരിക്കും. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ കൊണ്ടുപോയി. കണ്ടോ, അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല ഉയർത്തി നോക്കിയപ്പോൾ സ്തോത്ര, ഒട്ടകപ്പുറത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായിലിയരുടെ ഒരു കൂട്ടം. ഞാനതിനെ ഇങ്ങനെ സിമ്പിളായിട്ട് പറയും, ഗൾഫിൽ നിന്നൊക്കെ പോകുന്ന അറബി കച്ചവടക്കാർ ഒട്ടകപ്പുറത്ത് കയറ്റി ഇങ്ങനെ പോവുകയാ. ഏറ്റവും നല്ല കച്ചവടത്തിന് വേണ്ടി പോകുന്നവർ. ജീസസ് അവിടെ നിന്ന് പോയി അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 36 വാക്യത്തിലേക്ക് വരുമ്പോൾ 37:36, എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു. അങ്ങനെയാണ് 37 അധ്യായം അവസാനിക്കുന്നത്. പക്ഷെ 39 അധ്യായം ആരംഭിക്കുന്നത് വിൽക്കപ്പെട്ട യോസഫിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടല്ല. 39 അധ്യായം ആരംഭിക്കുന്നത്, എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായില്യരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യോസഫിനെ വിലയ്ക്ക് വാങ്ങാൻ ദൈവം ആ രാജ്യത്തെ ഏറ്റവും മഹത്വകരമായ ഒരു കണക്ഷനെ അവിടെ ഒരുക്കി. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിന്നെ വിലയ്ക്ക് വാങ്ങാൻ ദൈവം ഒരുത്തനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിമ്പിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അവിടെ വെച്ച് അടുത്ത കണക്ഷൻ പോത്തിഫറുമായിട്ടുള്ള കണക്ഷന് ശേഷം അടുത്ത കണക്ഷൻ പോത്തിഫറിൻ്റെ ഭാര്യയുമായിട്ടാണ്. യോസഫിന് ഒട്ടും ഗുണകരമല്ല. പക്ഷേ പോത്തിഫറിൻ്റെ ഭാര്യ അങ്ങനെ പെരുമാറി ഇല്ലായിരുന്നെങ്കിൽ യോസഫ് എല്ലാ കാലവും പോത്തിഫറിൻ്റെ വീട്ടിൽ ഒരു വിശ്വസ്ത സേവകനായിരുന്നേനെ. നിനക്കെതിരായി ചിലർ എഴുന്നേൽക്കുന്നതും നിനക്കെതിരെ കള്ളക്കഥ പറയുന്നതും നിനക്കെതിരെ ദുര്യോഗങ്ങൾ സൃഷ്ടിക്കുന്നതും അതും ദൈവത്തിൻ്റെ ഡിവൈൻ പ്രിപ്പറേഷൻ. മുമ്പോട്ട് പോവുകയാണ്. അടുത്ത ദൈവത്തിൻ്റെ യോസഫിൻ്റെ ജീവിതത്തിലെ ഡിവൈൻ കണക്ഷനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. 39 അധ്യായം 20 വാക്യത്തിലേക്ക് വരുമ്പോൾ 39:20, യോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. യോസഫേ, നിന്നെക്കുറിച്ച് പറയുന്ന കുറ്റം ദോഷകരമാണ്. പിന്നെ നിന്നെ ഇപ്പം ഈ ദോഷകരമായ കുറ്റം കൊണ്ടുപോയി യോസഫിനെ ഇപ്പം വീണ്ടും ഒരു കണക്ഷനിലേക്ക് ആക്കുക. രാജാവിൻ്റെ ഭൃത്യന്മാർ കിടക്കുന്ന ഒരു കാരാഗ്രഹത്തിലേക്ക്. ദ ഡിവൈൻ കണക്ഷൻ. രാജാവിൻ്റെ ഭൃത്യന്മാർ കിടക്കുന്ന അടുത്തേക്ക്. അവിടം കൊണ്ടും തീരുന്നില്ല. 21 വാക്യം, യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിയുമായിട്ട് രാജാവ് യോസഫിന് ഒരു കണക്ഷൻ വന്നു. ജീസസ്, ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവമക്കളോട് ചോദിക്കുക, യോസഫിനെ സഹോദരന്മാർ വിറ്റു,
യോസെഫിനെ മിദ്യാന്യർ വിറ്റു. യോസെഫിനെതിരെ പൊത്തിഫറിന്റെ ഭാര്യ കള്ളക്കഥയുണ്ടാക്കി. യോസെഫ് കാരാഗ്രഹത്തിൽ കിടന്നു. ഇതിലെവിടെയാ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരുന്നേ? ബിഹൈൻഡ് എവറി സ്റ്റെപ്പ് there was an invisible hand of God. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ ഓരോ പ്രതികൂലത്തെ നോക്കിയിട്ട് പറ, ഇതിനകത്തൊരു ദൈവത്തിൻ്റെ കണക്ഷൻ ഉണ്ട്. എന്നെ സഹോദരന്മാർ വിൽക്കുമ്പോഴും ദൈവം ഒരു കണക്ഷൻ അതിനകത്ത് ചെയ്യുകയാണ്. നിന്നെ അടിമച്ചന്തയിൽ വില പറയുമ്പോഴും ദൈവം അതിനകത്തൊരു കണക്ഷൻ ചെയ്യുകയാണ്. നിന്നെ കള്ളക്കഥ പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ അതിനകത്തും ദൈവത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. ആ കാരാഗ്രഹത്തിൽ ഉള്ളവൻ നിന്നെ മറന്നു പോകുമ്പോൾ അതിനകത്തും ദൈവത്തിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ഇന്ന് പകൽ നിന്നിൽ മേൽ ദൈവത്തിന്റെ ഡിവൈൻ കണക്ഷൻ ആൻഡ് ഡിവൈൻ ടൈമിംഗ്, രണ്ട് കാര്യങ്ങളെ ഇന്ന് നിന്റെ മേൽ ഞാൻ പ്രൊക്ലെയിം ചെയ്യുന്നു. ദ ഡിവൈൻ കണക്ഷൻ ആൻഡ് ദ ഡിവൈൻ ടൈമിംഗ്. കാരാഗ്രഹത്തിൽ കിടന്ന യോസെഫിന് ഒരു വലിയ കണക്ഷൻ ഉണ്ടായി പാനപാത്രവാഹകന്റെ പ്രമാണിയുമായിട്ട്. അപ്പക്കാരുടെ പ്രമാണി പോട്ടെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോവുക. പാനപാത്രവാഹകന്റെ പ്രമാണിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി. പക്ഷേ കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ദൈവ സ്തോത്ര ആ വിരുന്നുവാഴിയുടെ വീഞ്ഞുകാരുടെ പാനപാത്രവാഹകന്റെ പ്രമാണിയുടെ ബുദ്ധിയെ ദൈവം ഓഫ് ചെയ്തോ. അവൻ യോസെഫിനെ മറന്നുപോയി. എന്താ കാരണം? ടൈമിംഗ് ഓഫ് ഗോഡ്. ദൈവം അന്നേരം അവൻ ഓർത്താൽ ഓടിച്ചെന്ന് പറയാ, രാജാവേ, ആ കാരാഗ്രഹത്തിൽ ഒരു പാവപ്പെട്ടവൻ കിടപ്പുണ്ട്, അവനെ ഒന്ന് പറഞ്ഞു വിട്ടേക്കാമോ? രാജാവ് ഉടനെ തന്നെ കൽപ്പന പുറപ്പെടുവിക്കോ, യോസെഫിനെ അവിടുന്ന് പറഞ്ഞു വിടോ. യോസെഫ് അവിടെ നിന്ന് പോയി. ആമേൻ. രാജാവിന്റെ അകമ്പടി നായകന്റെ വീട്ടിൽ ജോലി ചെയ്തവൻ അടുത്തത് എവിടെ പോയി ജോലി ചെയ്യും? ആമേ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആട്ടിടയന്റെ വീട്ടിൽ പോയി, ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പോയി ഒരു അസിസ്റ്റന്റ് ക്ലർക്കായിട്ട് അവിടെ ഇരിക്കേണ്ടിയവനാ. പക്ഷേ യോസെഫേ, നിന്റെ വിടുതൽ വേഗത്തിൽ നടന്നാൽ നീ ഒരു ക്ലർക്കായി പോകുമെന്നറിയാ. നിന്റെ വിടുതൽ പെട്ടെന്ന് നടന്നാൽ നീ ഒരു സൂപ്പർവൈസറായി പോകുമെന്നറിയാ. പക്ഷെ നിന്റെ കോളിംഗ് ഒരു സൂപ്പർവൈസറോ ഒരു ക്ലറിക്കൽ ജോബോ അല്ല. നിന്നെ രാഷ്ട്രത്തിന്റെ മന്ത്രിയാക്കാൻ, നിന്നെ ക്യാബിനറ്റിലേക്ക് പൊക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. So the deliverance is pending. That is the timing of God. ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം. ഓ രാമശകാരി, പാനപാത്രവാഹകന്റെ പ്രമാണി, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ദർശനം കണ്ടപ്പോ യോസെഫിന് രാജാവിന്റെ കൊട്ടാരവുമായി ഒരു കണക്ഷൻ ഉണ്ടായി. ആമേൻ. അത് ദൈവം അവിടെ ഉണ്ടാക്കിയതാ. ആ കണക്ഷൻ പക്ഷേ ചാർജ് ചെയ്യണമെങ്കിൽ ആമേൻ ഫറവോൻ അടുത്ത ദർശനം കാണണമായിരുന്നു. മനസ്സിലായോ? പാനപാത്രവാഹകന്റെ പ്രമാണി ദർശനം കണ്ടപ്പോൾ ദൈവം ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് യോസെഫിന് ഒരു ലൈൻ വലിച്ചു, ഒരു കണക്ഷൻ വലിച്ചോ. പക്ഷെ ആ കണക്ഷൻ ചാർജ് ചെയ്യണമെങ്കിൽ ഫറവോൻ ഒരു ദർശനം കാണണമായിരുന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ലൈൻ വലിച്ചോ, നിനക്ക് വേണ്ടി കണക്ഷൻ ഇട്ടോ, പക്ഷെ അത് ദൈവം ചാർജ് ചെയ്യാതെ നിന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ ദൈവം മൗനമായിരിക്കുന്നത്, അതിന്റെ പിമ്പിൽ ഒരു ദൈവിക ടൈമിംഗ് ഉണ്ട്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിനക്കെതിരായ സകല ശക്തികളോ, നിനക്കെതിരായ സകല സംഗതികളോ ഇന്ന് പകൽ നിനക്ക് അനുകൂലമായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ദോദാനിലെ കിണറോ, സ്തോത്ര, ദോദാനിലെ കിണറോ, ശേഖേമിലൊരു വ്യക്തി, ദോദാനിലൊരു കിണർ, സ്തോത്ര, അതിനപ്പുറം ഒരു ഇസ്മായേലിയ കച്ചവടക്കാരൻ, അതിനപ്പുറം ഒരു പൊത്തിഫർ, അതിനപ്പുറം ഒരു പൊത്തിഫറിന്റെ ഭാര്യ, അതിനപ്പുറം കാരാഗ്രഹമേ രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹം, അതിനപ്പുറം കാരാഗ്രഹ പ്രമാണി, അതിനപ്പുറം പാനപാത്രവാഹകൻ. എന്തൊരു കണക്ഷൻസാ ദൈവം നൽകുന്നത്. ഇന്ന് പകൽക്കാല അപ്പനും അമ്മയെ സഹായിക്കാനില്ലാത്തടത്ത് സഹോദരന്മാർ ഒറ്റ കൊടുക്കുമ്പോൾ ദൈവം ഇതിനകത്ത് നിനക്ക് കണക്ഷനുകൾ നൽകുകയാ. ഇന്ന് പകൽ ഇതിനകത്ത് പ്രതികൂലത്തിന്റെ നടുവിൽ അഭിഷേകം ചിലരെ കണക്ട് ചെയ്യുക, അഭിഷേകം ചിലരെ കണക്ട് ചെയ്യുക. ഇന്ന് പകൽ സ്വർഗം ഇതിനകത്ത് ഡിവൈൻ കണക്ഷനുകളെ നൽകുകയാ. കപ്പൽ ഓടാത്ത കടലിൽ ചെങ്ങാട ഓടിക്കുന്നവനായ എൻ്റെ ദൈവ, കപ്പൽ പൊളിയുന്ന കടലിൽ ചെങ്ങാട ഓടിക്കുന്നവനായ എൻ്റെ ദൈവ, ഇന്ന് പകൽ ഇതിനകത്ത് അസാധാരണമായത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുക.
അപ്പൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അറിഞ്ഞില്ല ഇത് കൊട്ടാരത്തിലേക്കുള്ള വഴിയാണെന്ന്. ശേഖേമിൽ വെച്ച് ദോദാനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തവൻ അറിഞ്ഞില്ല ഇത് നാളെയുടെ രാജാവാണെന്ന്. ആമേ. അവിടെ നിന്ന് സന്നിനായകവ സുഗന്ധപ്പശയും വാങ്ങി വരുന്ന വ്യാപാരികൾ അറിഞ്ഞില്ല ഇത് നാളെയുടെ രാജാവാണെന്ന്. അവിടെ നിന്ന് പൊത്തിഫർ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അറിഞ്ഞില്ല ഇത് നാളെയുടെ രാജാവാണെന്ന്. കള്ളക്കഥ പറയുന്ന പൊത്തിഫറിന്റെ ഭാര്യ അറിഞ്ഞില്ല ആമേ ഇത് നാളെയുടെ രാജാവാണെന്ന്. കാരാഗ്രഹത്തിന്റെ രാജാവിന്റെ ഭൃത്യന്മാർ കിടക്കുന്ന കാരാഗ്രഹവാതിൽ തുറന്നപ്പോൾ അവരറിഞ്ഞില്ല ഇത് രാജകൊട്ടാരത്തിലേക്കുള്ള വാതിലാണെന്ന്. അതിനകത്ത് കിടന്ന പാനപാത്രവാഹകന്റെ പ്രമാണി അറിഞ്ഞില്ല എന്റെ ദർശന ഇവന്റെ ഡെസ്റ്റിനി ഹെൽപ്പിംഗ് ആണെന്ന്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ, നിന്റെ വെല്ലുവിളികളുടെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് ചില വാതിലുകളെ തുറക്കുകയാ. അത് കാരാഗ്രഹത്തിന്റെ വാതിലല്ല, അത് കൊട്ടാരത്തിന്റെ വാതിലാ. അത് ഇസ്മായേലിയ കച്ചവടക്കാരുടെ ലാഭമല്ല, അതിനകത്തൊരു ദൈവിക പദ്ധതിയാ. യോസഫേ, നിന്റെ മേളിൽ കൈവെക്കുന്ന ഓരോരുത്തരും നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പറായി മാറുകയാ. നിന്റെ വഴി തടഞ്ഞാല്, നിന്റെ വഴി തുറന്നാല് അവൻ നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പറായി മാറുകയാ. കാരണം നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. കാരണം നിന്റെ മേൽ ചലിക്കുന്നത് ദൈവത്തിന്റെ നിയോഗമാ. ഇന്ന് പകൽക്കാല് നിന്നെ മറന്നു കളയുന്ന പാനപാത്രവാഹകനായിരുന്നാല്, നിന്നെ കള്ളക്കേസിൽ പിടിക്കുന്ന പൊത്തിഫറായിരുന്നാല്, നിന്നെ വഞ്ചിക്കുന്ന അവന്റെ ഭാര്യയായിരുന്നാല്, നിന്നെ തള്ളി പറയുന്ന സ്നേഹിത സഹോദരന്മാരായിരുന്നാല്, നിന്നെ പറഞ്ഞയച്ച അപ്പനായിരുന്നാല്, അവരുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറം ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ വിശ്വസിക്കുക. Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ഡെസ്റ്റിനി ഹെൽപ്പിംഗ് ഡിവൈൻ കണക്ഷനുകൾ ഇതിനകത്ത് സംഭവിക്കുന്നു. ഡിവൈൻ കണക്ഷനുകൾ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഹോളി സ്പിരിറ്റ്, സ്തോത്രം, സ്തോത്രം. എല്ലായ്പ്പോഴും ദൈവം കഷ്ടതകളിൽ കൂടെ മാത്രമല്ല ഡിവൈൻ കണക്ഷൻസ് തരുന്നത്. ഇനി മീറ്റിങ്ങിന് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവം അത് തുറക്കണം. ചിലപ്പോൾ നമ്മുടെ കഷ്ടതകളായിരിക്കും നമ്മളെ ഡിവൈൻ കണക്ഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. റോമയിലെ പ്രധാനപ്പെട്ടവരുമായി ദൈവം അപ്പോസ്തലന്മാരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായി കണക്റ്റായ 2 പേർ പൗലോസും പത്രോസുമാണ്. പത്രോസിനെ ദൈവം റോമയിലെ വലിയ ആൾക്കാരുമായി കണക്ട് ചെയ്തു. അതുപോലെ പൗലോസിനെയും വലിയ ആൾക്കാരുമായി കണക്ട് ചെയ്തു. പക്ഷെ കണക്ട് ചെയ്യുന്നത് 2 സിസ്റ്റത്തിലായിരുന്നു. പൗലോസിനെ ദൈവം എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് നാം ശ്രദ്ധിച്ചാൽ, പൗലോസിനെ ദൈവം കണക്ട് ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോൽ കൊണ്ട് അടിച്ച് പട്ടണത്തിന്റെ തെരുവീതികളിൽ കൂടെ വലിച്ചഴിച്ച് രാത്രിയിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടി. അന്നത്തെ പ്രസംഗം പൗലോസ് പ്രസംഗിച്ചിട്ട്, ശീലാസ് പ്രസംഗിച്ചിട്ട് ആരേലും മാനസാന്തരപ്പെട്ടോ? ഒരു മനുഷ്യനും മാനസാന്തരപ്പെട്ടില്ല. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ജയിലിൽ കൊണ്ട് പൂട്ടി. പക്ഷെ അന്നത്തെ ശുശ്രൂഷ മുഴുവൻ അടിനാശം വെള്ളപ്പൊക്കത്തിൽ തീർന്നിട്ടും ഈ മനുഷ്യർ രാത്രി ഇരുന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ജീസസ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ നിരാശകളിൽ പിശാച് പ്രവർത്തിക്കും, നിന്റെ പ്രത്യാശയിൽ ദൈവം പ്രവർത്തിക്കും. നിന്റെ നിരാശകളിൽ സാത്താൻ കയറി ചൊറിയും, പക്ഷെ നിന്റെ പ്രത്യാശയ്ക്കകത്ത് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. സ്തോത്രം. മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ പൗലോസ് അന്ന് രാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് അർദ്ധരാത്രിയിൽ പാടി സ്തുതിക്കുമ്പോൾ, അതിൻ്റെ കാരാഗ്രഹങ്ങൾ തുറക്കുന്നു. ഇതെല്ലാം നമുക്കറിയാം. അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 27-ാം വാക്യം, കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാഗിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു.
കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമിലെ ഒരു ജയിലറിന് മാനസാന്തരപ്പെടണമെങ്കിൽ ആ ജയിലറിന് ദൈവം അർദ്ധരാത്രിയിൽ ഒരു സ്വപ്നമല്ല കൊടുത്തത്, അർദ്ധരാത്രിയിൽ ഒരു ദർശനമല്ല കൊടുത്തത്. അർദ്ധരാത്രിയിൽ താൻ ഇൻചാർജ് ആയിരിക്കുന്ന കാരാഗ്രഹത്തിലേക്ക് 2 അപ്പോസ്തലന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് അതിനകത്തൊരു ശുശ്രൂഷ ചെയ്യിപ്പിച്ചാണ് ദൈവം പൗലോസിനെ എന്ത് ചെയ്തത്? റോമിലെ ജയിലറുമായി കണക്ട് ആയത്. ഞാനതിൽ ഒന്നാമത് പറയട്ടെ, നമ്മളിൽ ചില കണക്ഷനുകൾ കടന്നു വരാൻ ചില തടവറകളിലേക്ക്, ചില കാരാഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു ജയിൽ തുറക്കപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഒരു കാരാഗ്രഹം ഓപ്പൺ ആകുമ്പോൾ, ജീവിതത്തിൽ നിങ്ങളുടെ കൈകാലുകൾ ആമത്തിലും ചങ്ങലകളിലും ബന്ധിക്കപ്പെടുമ്പോൾ, അതിൻ്റെ പിമ്പിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്, അതിൻ്റെ പിമ്പിൽ ഒരു ദൈവിക മർമ്മമുണ്ട്. You are going to be connected with the heavenly realm. നീ സ്വർഗത്തിൻ്റെ ഉന്നത മണ്ഡലവുമായി അവിടെ കണക്ട് ചെയ്ത് നീ ആ കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിൽ ജയിലർ ഇതുവരെ തടവ് പുള്ളികളുടെ മുമ്പിൽ മുട്ടുകുത്തി വീഴുന്നത് കണ്ടിട്ടുണ്ടോ? നോ. ആ ജയിലറിനെ നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ നീ സഭയ്ക്കകത്ത് നിന്ന് എത്ര പ്രസംഗിച്ചാലും ചിലപ്പോൾ നടക്കത്തില്ല. നീ എത്ര സ്റ്റേജുകളിൽ നിന്ന് അലറി കൂവിയാലും നടക്കത്തില്ല. ചില കാരാഗ്രഹ തുല്യമായ അവസ്ഥകളിൽ നീ ഇരുന്ന് പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കേണ്ടി വരും. ജീസസ്. അഭിഷക്തരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാരാഗ്രഹത്തിൻ്റെ രാത്രിവേളകൾ കടന്നു വരുന്നത്, ചില കാരാഗ്രഹത്തിൻ്റെ വേദനകൾ കടന്നു വരുന്നത് തിരിച്ചറിയണം. അതിനകത്ത് ദൈവം ചില ഉന്നത കണക്ഷനുകൾക്ക് വേണ്ടിയാണ്. പൗലോസിൻ്റെ പല കണക്ഷനുകളും ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തപ്പോഴേ പറഞ്ഞു, രാജാക്കന്മാരുടെ മുമ്പാകെ ഞാൻ അവനെ എൻ്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുത്തു. പക്ഷെ ഒരു രാജാവിൻ്റെയും കൊട്ടാരത്തിൽ പോയി ഉണ്ടു ഉറങ്ങിയും അവിടെ കിടന്ന് കഥ പറഞ്ഞല്ല, ഓരോ വിസ്താര സഭകളിലാണ് ഓരോ രാജാവിനെയും താൻ കണ്ടുമുട്ടിയത്. മാൾട്ടയിലെ ദ്വീപ് പ്രമാണിയെയും ദ്വീപുകാരെ മുഴുവനും താൻ മാനസാന്തരപ്പെടുത്തി. അവിടെ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ അതിലേക്ക് പോകാൻ തനിക്ക് എന്തു വേണമായിരുന്നു? ഒരു ഈശാനമൂലനും, ഒരു കപ്പൽ തകർച്ചയും, ഒരു നീന്തി തുടിച്ച അനുഭവങ്ങളും 14 ദിവസങ്ങളിലെ ഇരുട്ടും തനിക്ക് വേണമായിരുന്നു. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ചില ഫോർട്ട്നൈറ്റുകൾ നീണ്ടു നിൽക്കുന്ന, ചില ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഇരുട്ടുകൾ, സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാത്ത ഇരുട്ടുകൾ, ചില ദ്വീപുകളിലേക്ക് ദൈവം എന്നെ കണക്ട് ചെയ്യുന്നതാ. എൻ്റെ കപ്പൽ തകർന്നാലേ മാൾട്ടയിൽ എനിക്കൊരു ഒരു ടച്ച് എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. വഴികൾ അടഞ്ഞാലേ എനിക്ക് മാൾട്ടയിൽ ഒരു ആക്സസ് കിട്ടത്തുള്ളൂ. ഇന്ന് പകൽക്കാലം സൂര്യനെ നക്ഷത്രങ്ങളെ കാണാതിരിക്കുമ്പോൾ നിന്റെ ഹൃദയം പിടയ്ക്കരുത്. ഈശാനമൂലൻ അടിക്കുമ്പോൾ നിന്റെ മനസ്സ് പതറരുത്. ഇത് ദൈവത്തിൻ്റെ ഡിവൈൻ കണക്ഷൻസിനകത്തുള്ള ഒരു സമയമാണ്. ഇത് ഒരു ഭാഗം. പക്ഷെ പത്രോസിനെ ദൈവം കണക്ട് ചെയ്തത് അങ്ങനെയല്ല. പത്രോസിനെ കാരാഗ്രഹത്തിലും ഈശാനമൂലനിലും ഒന്നുമല്ല ദൈവം കണക്ട് ചെയ്തത്. പകരം പത്രോസ് യാത്ര ചെയ്തു വന്നു. ഉച്ചയ്ക്ക് വിശക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഫുഡ് കുക്ക് ചെയ്യാൻ കയറിയപ്പോൾ ഇദ്ദേഹം വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദർശനതലം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു തുപ്പട്ടി ഇറങ്ങി വരുന്നു. അതിനകത്തുള്ളതിനെ അറുത്ത് തിന്നുവാൻ പറയുന്നു. തിന്നാൻ പറ്റത്തില്ല കർത്താവേ എന്ന് പറയുന്നു. നോ, നീ അത് കഴിക്കണം, ഞാൻ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. ദർശനം കണ്ട് എഴുന്നേറ്റ് എന്താകുന്നു ഈ ദർശനമെന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആ ദൈവത്തിൻ്റെ കണക്ഷനെ നോക്കി. ദൈവം ഒരു ദർശനം കാണിച്ചു. ആ ദർശനത്തെക്കുറിച്ച് ഇദ്ദേഹം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ വെളിയിൽ ഒരു ശബ്ദം കേൾക്കുക. പത്രോസ് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടോ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. വിളിച്ചു ചോദിച്ചു എന്ന. നിന്റെ ദർശന തലം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കും.
കഷ്ടതയിൽ മാത്രമല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ദർശന തലത്തിനകത്താണ്. പത്രോസ് ദർശനത്തെ കുറിച്ച് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ അതിനകത്തുനിന്ന് പറയട്ടെ, എവിടെയാണ് കണക്ഷനുകൾ ഓപ്പൺ ആകുന്നതെന്നറിയാമോ? ദർശനത്തെ കുറിച്ച് ഉള്ളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ. ആമേൻ. ഇന്നലെ രാത്രി കണ്ട ദർശനം എത്ര പേരുടെ മനസ്സിനെ പിടിച്ചു വലച്ചിട്ടുണ്ട്? ഇന്നലകളിൽ കണ്ട ദർശനം എത്ര പേരുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്? നമ്മൾ പലപ്പോഴും ദർശനം കാണുന്നു, രാവിലെ എഴുന്നേറ്റ് ആൾക്കാരുടെ അടുക്കൽ പറയുന്നു, വിട്ടുകളയുന്നു. പക്ഷെ പത്രോസ് ദർശനത്തെക്കുറിച്ച് ആകുലപ്പെടുകയാണ്, ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ദർശനത്തെക്കുറിച്ച് താൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ദർശനമണ്ഡലം തുറക്കപ്പെടുമ്പോൾ അവിടെ കണക്ഷനുകൾ സ്ഥാപിക്കപ്പെടുകയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായം 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ ഒന്നും ചോദിക്കാതെ വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഞാനൊരു ദർശനം കണ്ടു. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞാട്ടെ. പത്രോസ് പറയുകയാണ്, ഞാൻ വന്നതിൻ്റെ കാര്യം ഞാൻ ദർശനം കണ്ടതുകൊണ്ടാണ്. പത്രോസ് പറയാം, ഞാനൊരു ദർശനം കണ്ടു, ആ ദർശനം കണ്ടതുകൊണ്ടാണ് ഞാൻ എതിര് പറയാതെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. എന്നിട്ട് ചോദിക്കുക, ഞാൻ ദർശനം കണ്ടതുകൊണ്ടാണ് ഇവിടെ വരെ വന്നത്, ഇനി നിങ്ങൾ എന്നെ വിളിച്ചതിൻ്റെ കാര്യം പറ. കൊർന്നല്യോസിന്റെ വീട്ടുകാരും ചാർച്ചക്കാരും എല്ലാവരും ഇരിപ്പുണ്ട്. കൊർന്നല്യോസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, 4 നാൾ മുമ്പ് ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എൻ്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലെ കാളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വിളിപ്പിക്കുക, അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. കൊർന്നല്യോസും പറയുക, ഞാൻ സാറിനെ വിളിപ്പിക്കാൻ കാരണം ഞാനും ഒരു ദർശനം കണ്ടു. ഇവിടെ എന്താണ് കണക്ട് ആയത്? ദർശനക്കാർ തമ്മിൽ കണക്റ്റായി. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവവേദലേ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദർശനതലം തുറക്കുമ്പോൾ നമ്മളിൽ കണക്ഷനുകൾ സംഭവിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ ചില സമയം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ചിലരുടെ ദർശനതലം ദൈവം തുറക്കും. പരിശുദ്ധാത്മാവ് ചിലരുടെ വിഷൻ തലത്തെ ഓപ്പൺ ആക്കും. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് കടന്നു വരാം. ദൈവം നമ്മൾക്ക് കണക്ഷനുകളെ നൽകുകയാണ്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് കണക്ഷനുകൾ നൽകുവാൻ തക്കവണ്ണം നാം ചെയ്യേണ്ടതായ ഒരു ഭാഗമുണ്ട്. എവിടെയാണ് ദൈവം നമ്മൾക്ക് കണക്ഷനുകൾ നൽകുന്നത്? ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഡിവൈൻ കണക്ഷനുകൾ വരും. പക്ഷേ അതിന് തക്കവണ്ണം ഒരു റീസണിലേക്ക്, അതിന് തക്കവണ്ണമുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ടാകണം. മോശയുടെ ജീവിതത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായി, ഭയങ്കരമായ ഒരു കണക്ഷൻ. അത് എപ്പോഴാണ് ഉണ്ടായതെന്നറിയാമോ? പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ാം അധ്യായം 17-ാം വാക്യം, എന്നാൽ ഇടയന്മാർ വന്നവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റു, അവരെ സഹായിച്ചു, അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ റഘുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. നമുക്ക് ആ ഭാഗം അറിയാം. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തായി, മിസ്രൈമിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായി. മോശ ഓടി ഒരിടത്ത് വന്നു, ഒരു കിണറിന്റെ കരയിൽ ഇരിക്കുകയാണ്. അവിടെ ഒരു ഫാമിലിയുമായി അദ്ദേഹം കണക്റ്റ് ആവുകയാണ്. ആ ഫാമിലി തൻ്റെ ലൈഫിലെ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ഫാമിലി ആയിരുന്നു. ആ വീട്ടിലെ പെൺകുട്ടി പിന്നീട് തൻ്റെ കുട്ടികളുടെ മാതാവായി തീർന്നു. ആ വീട്ടിലെ അപ്പൻ തനിക്ക് ദീർഘവർഷങ്ങൾ ഒരു സങ്കേതമായി തീർന്നു. ആ വീട്ടിലെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തനിക്ക് ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടായത്. ആ വീട്ടിലെ അപ്പനാണ് മരുഭൂമിയിൽ വെച്ച് തൻ്റെ ഡിസിഷനുകൾ പാളിപ്പോകുമ്പോൾ തൻ്റെ നേതൃത്വം, തൻ്റെ ലീഡർഷിപ്പിൻ്റെ ഡിസബിലിറ്റീസിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുൻപോട്ട് നയിക്കുവാനൊക്കെ പ്രാപ്തനാക്കുന്നത്. ഇത് മുഴുവനും ആ ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയുമായിട്ട് മോസസ് എങ്ങനെയാണ് കണക്റ്റ് ആയതെന്നറിയാമോ? അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇടയന്മാർ വന്നവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു. മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു. ദൈവ പൈതലേ, നാം ഒരുവനെ സഹായിച്ചാൽ അതിനകത്തുകൂടെ ഒരു കണക്ഷൻ സംഭവിക്കും.
പക്ഷെ വാസ്തവത്തിൽ ഈ മോശ ഇനി ആയുസ്സിൽ ഒരു മനുഷ്യനെയും ഞാൻ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞു പോകേണ്ട ആളാ. കാരണം ഇദ്ദേഹം നാളുകൾക്ക് മുമ്പ് ഒരു മിസ്രൈമ്യൻ തൻ്റെ സഹോദരനായ എബ്രായ ദാസനെ അടിക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ ചെന്ന് എബ്രായനെ സഹായിച്ചു. ആ സഹായം ഒന്നുകൊണ്ടാണ് വീട് നഷ്ടപ്പെട്ടു, കൂട് നഷ്ടപ്പെട്ടു, സംസ്ഥാനം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു ദേശാന്തരിയായി അലഞ്ഞു തിരിയാൻ മുഴുവൻ കാരണമുണ്ടായത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യനെ സഹായിച്ചത് കൊണ്ടാണ്. ഇന്ന് പകൽ ദൈവ പൈതലേ, നീ ചിലരെ സഹായിച്ചു, അപ്പനെ പോലെ ചിലരെ ചേർത്ത് പിടിച്ചു, അമ്മയെ പോലെ ചിലരെ നീ താങ്ങി, സഹോദരനെ പോലെ നീ ചിലർക്ക് തുണ നിന്നോ, ഒരു സഹോദരിയെ പോലെ നീ ചിലരുടെ കഷ്ടതയിൽ ആശ്വസിപ്പിച്ചോ. അമ്മേ, ഒരു പാസ്റ്റർഷിപ്പിന് അപ്പുറമായിട്ട് നീ പലർക്കും ഒരു അപ്പനായിരുന്നോ, നീ പലർക്കും ഒരു സഹോദരനായിരുന്നോ, നീ പലർക്കും പലതുമായിരുന്നോ. പക്ഷേ അത് മുഖാന്തരം നീ ഏറ്റ മുറിവുകൾക്കപ്പുറം നീ മടുത്തു പോകുകയല്ല, നിരാശപ്പെടുകയല്ല, ഇനി എൻ്റെ ആയുസ്സിൽ ഈ പണിക്ക് നിൽക്കുകയില്ല എന്ന് നീ പറയുകയല്ല. ജീസസ്. കാളയില്ലാത്തടത്ത് തൊഴുത്ത് നല്ല വെടിപ്പുള്ളത്. ഒരു കാളയും ഇല്ലാത്ത തൊഴുത്ത് എന്ത് വെടിപ്പുള്ളതാണെന്ന് അറിയാമോ? ചില വലിയ വീടുകളുടെയൊക്കെ മുമ്പിൽ ഇപ്പോഴും കാളവണ്ടി പെയിന്റ് ചെയ്ത് നല്ല പോളിഷ് ചെയ്ത് നിർത്തിയേക്കുന്ന കാണാം. സ്തോത്ര. ഇനി ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഈ 8 ചക്രം വലുതായിട്ട് പാർക്കുകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇനി ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചന്മാരുടെ കാലത്തെ കുറിച്ചുള്ള തൊഴുത്ത അതിപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയാം. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്, ടൈൽസും മാർബിളും ഒക്കെ ഇട്ടേക്കുക. പക്ഷേ ആ തൊഴുത്തിൽ നിന്ന് 55 പൈസയുടെ പ്രയോജനം ഉണ്ടാകത്തില്ല. ആ 8 ചക്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ചലിക്കത്തില്ല. ആ കാളവണ്ടിയിൽ നിന്ന് ഒരു ചാക്കരി ചലിക്കത്തില്ല. കാള ഇല്ലാത്തടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്. പക്ഷേ നിന്റെ തൊഴുത്ത് മലിനമായാൽ, കാളയുണ്ടെങ്കിൽ, സഹായിപ്പാനുള്ള മനസ്സുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയെ നീ മുറുകെ പിടിച്ചാൽ, ശുശ്രൂഷ നിനക്ക് ആക്ഷേപം വരുത്തിയേക്കാം, നീ ദൂത് പറഞ്ഞത് ആക്ഷേപം വരുത്തിയേക്കാം, നീ പ്രാർത്ഥിച്ചത് ആക്ഷേപം വരുത്തിയേക്കാം, നീ ചിലരുടെ വീട്ടിൽ പോയി ഇടിവിൽ നിന്നത് ആക്ഷേപം വരുത്തിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ അഭിഷക്തരെ, ഞാൻ പറയട്ടെ, കാളയില്ലാത്ത തൊഴുത്ത് വെടിപ്പുള്ളതാ. ശുശ്രൂഷ ഇല്ലാതെ, വെളിപ്പാടില്ലാതെ, കൃപാവരമില്ലാതെ, അഭിഷേകമില്ലാതെ, അപ്പോളജറ്റിക്സും പറഞ്ഞ് ചുമ്മാതെ ഉറങ്ങി തൂങ്ങി ശുശ്രൂഷ ചെയ്താൽ നിന്റെ തൊഴുത്ത് വെടിപ്പുള്ളതാ. പക്ഷെ ഒരു 55 പൈസയുടെ പ്രയോജനം ഉണ്ടാകത്തില്ല. കൃപാവരങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത്, അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, വെളിപ്പാടിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഊരി വാരി പിടിച്ച് തല്ലിയെന്നിരിക്കുക, ആക്ഷേപിച്ച് ഖണ്ഡം ചെയ്തെന്നിരിക്കുക. യെസ്, കാള ഉള്ള തൊഴുത്തിൽ അതിനേറ്റ പ്രശ്നം ഉണ്ടാകുക, വെളിപ്പാടുള്ള തൊഴുത്തിൽ അതിനേറ്റ പോരാട്ടം ഉണ്ടാകുക. യെസ്, പക്ഷേ അതിനകത്തുകൂടെ ഒരു ആദായം ദൈവരാജ്യത്തിനുണ്ട്. അതിനകത്തുകൂടെ ദേശം വിടുവിക്കപ്പെടും, അതിനകത്തൂടെ സ്നാനങ്ങൾ നടത്തപ്പെടും, അതിനകത്തൂടെ ബന്ധനങ്ങൾ അഴിയോ, അതിനകത്തൂടെ പോരാട്ടങ്ങൾ ശാസിക്കപ്പെടും. Arte nagasam pravali alkhana khada nagasi artana raba shaba pravani in pagalkhala har banadiya. നീ ചിലരെ സഹായിച്ച് കൈവൊള്ളിയവനാ, നീ ചിലടത്ത് ശുശ്രൂഷിച്ച് കൈവൊള്ളിയവനാ. പക്ഷേ ഇന്ന് പകൽ നിന്റെ സഹായങ്ങൾക്കകത്ത് നിന്ന് തന്നെ ദൈവം ചില കണക്ഷനുകളെ, ദൈവം ചില ബന്ധങ്ങളെ അത് സ്ഥാപിച്ചെടുക്കുകയാ. മോശ എഴുന്നേറ്റു, അവരെ സഹായിച്ചു. മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു. നീ മടുത്തു പോകരുത് നിന്റെ ശുശ്രൂഷയിൽ, നീ മടുത്തു പോകരുത് നിന്റെ സഹായത്തിൽ. നീ എഴുന്നേറ്റ് സഹായിക്ക. നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് അവിടെ മറഞ്ഞിരിപ്പുണ്ട്. Ardhana Rashabe Raltonia Ardhalam Pravasha Rakedia Ardhana Ragasam Pravalia Ardhana Legas Raga Deradia Reda Negasya Pravalia Ardhana Rabasha Pravalia Ardhalam Paudi Regasyara Ardhana Rahasya Tabaria Ardhane Rigala Pravasha Pravani Ardhala Rahasya Taradi Ardhalo Ramasaria Ardhane Regasyadera. ഇന്ന് പകൽക്കാല ഇതിനകത്ത് ദൈവിക ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടാം. ഹോളി സ്പിരിറ്റ്. സിക്ലാഗിനകത്ത് വെച്ച് ദാവീദ് കരയുക, സിക്ലാഗിനകത്ത് വെച്ച് ദാവീദ് കരയുക, എല്ലാം പിടിച്ചോണ്ടുപോയി. കരഞ്ഞു കിടക്കുന്ന ദാവീദിനെ കല്ലെറിയാൻ ആളുകൂടി. ആരാ കല്ലെറിയാൻ നിന്നതെന്നറിയാമോ? കൂടെ നിന്നവരാ കല്ലെറിയാൻ നിന്നത്. അവിടെ നിന്ന് ദാവീദ്
യാത്ര പുറപ്പെട്ട് ബസ്രോൻ തോട്ടിങ്കൽ എത്തുമ്പോൾ കുറെ പേര് പറഞ്ഞു, ഞങ്ങൾ മടുത്ത് പാസ്റ്ററെ, ഞങ്ങൾ മടുത്ത് സാറേ. കൂടെ നിന്നവൻ കല്ലെറിയുന്ന കാലമുണ്ടായി, കൂടെ നിന്നവർ മടുത്ത കാലമുണ്ടായി. എന്നിട്ടും ദാവീദ് മുമ്പോട്ട് പോയി. ഞാനാന്നേ ചോദിച്ചേനെ, കർത്താവേ ഇവനെയൊക്കെ സഹായിച്ചിട്ട് കുറെ എണ്ണം കല്ലെറിഞ്ഞു, കുറെ എണ്ണം മടുത്തിട്ടിട്ട് പോയി. ഇനി ആ ആയുസിൽ ഒരുത്തന് 50 പൈസയുടെ സഹായം ഞാൻ ചെയ്തില്ല, സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ച ഈ കുഴപ്പമൊന്നുമില്ലല്ലോ കർത്താവേ. ഞാനാണേ ചോദിച്ചേനെ. പക്ഷെ ദാവീദ് ചോദിച്ചില്ല. കൂടെ നിന്നോ കല്ലെറിഞ്ഞിട്ടോ തോട് കടക്കാൻ നേരെ ക്ഷീണിച്ചെന്ന് പറഞ്ഞ് 400 പേര് പിന്മാറിപ്പോയിട്ടും ഈ മനുഷ്യൻ മുമ്പോട്ട് പോയപ്പം വേറൊരുത്തനെ കണ്ടു. അവൻ്റെ കുലം നോക്കിയാലും അവൻ്റെ തൊഴിൽ നോക്കിയാലും ആയുസിൽ അവനെ സഹായിക്കാൻ കൊള്ളത്തില്ല. ഇത്രയും നാൾ സഹായിച്ചതൊക്കെ കൂടുള്ളവരാ, ഇസ്രായേലിനും യഹൂദരും അങ്ങനെയൊക്കെ ഉള്ളവരാ. അവരാ ഇപ്പം ഇത്രയും വലിയ പണി തന്നത്. ഇപ്പൊ മുമ്പിൽ ഒരുത്തൻ കിടക്കുക. അവന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നീ ആരാ? ചാവാറായി കിടക്കുക, നീ ആരാ? അവൻ പറഞ്ഞു, സ്തോത്രം, ഞാന് ഒരു മിസ്രൈമ്യനാ, പിന്നെ ഞാനിപ്പോൾ ഒരു അമാലേക്കിന്റെ ഭൃത്യനാ. കുടുംബം കൊണ്ട് മിസ്രൈമ്യൻ, തൊഴിലുകൊണ്ട് അമാലേക്കൻ. ഞാനാന്നേ പറഞ്ഞേടാ, കുടുംബം കൊണ്ടും കൊലം കൊണ്ടും ഒക്കെ യഹൂദന്മാരായിട്ട് പോലും കൈവച്ചാൽ പിന്നെ തിരിച്ച് 108ന്റെ പണിയാടാ കിട്ടുന്നേ. അതുകൊണ്ട് ഇനി മിസ്രൈമിനെ അമാലേക്കനെയും കൂടെ പൊക്കിയിട്ട് നീ അവിടെ കാണാൻ കിടന്ന് ചാവും. പക്ഷെ ദാവീദ് പറഞ്ഞു, നോ 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 നോ, ഇത്രയും നാൾ ഞാൻ എല്ലാരെയും സഹായിച്ച് പണിയാ മേടിച്ചത്. എത്ര പണി മേടിച്ചാലും ഐ വിൽ ഡു ഹിസ് വർക്ക്, ഐ വിൽ മിനിസ്റ്റർ മോർ. എത്ര ആക്ഷേപിച്ചാലും ഞാൻ പ്രവചിക്കും, എത്ര ആക്ഷേപിച്ചാലും ഞാൻ അന്യഭാഷ പറയും, എത്ര അപവാദം പറഞ്ഞാലും ഞാൻ മീറ്റിംഗ് നടത്തും, എത്ര വൃത്തികേട് പറഞ്ഞാലും ഞാൻ പിന്നെ ലൈവ് പോകും. അത് എന്റെ വേളയിൽ കിടക്കുന്ന അഭിഷേകമാണ്. അവനെ ഇങ്ങനെ കൊണ്ടുപോവാ. ഉണക്കമുന്തിരിക്കൊല എടുത്ത് കൊടുത്തു, വെള്ളം കൊടുത്തു. അവൻ ഉയിര് വീണു. ദാവീദിന്റെ അടുക്ക ചോദിക്കുക, ദാവീദ് ചോദിക്കുക, നീ എനിക്ക് ആ പരീക്ഷയുടെ അടുക്ക വഴി കാണിച്ചു തരാം. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഒരൊറ്റ കാര്യം മതി, നിന്റെ ദാസനായിട്ട് ഞാൻ ഇരിക്കുക, എനിക്കൊരൊറ്റ കാര്യം മതി, നീ എന്നെ കൊന്നു കളയാതിരുന്നാൽ മാത്രം മതി. കാശ് വേണമെന്ന് പറഞ്ഞോ, പൊസിഷൻ വേണമെന്ന് പറഞ്ഞോ, ഒന്നും പറഞ്ഞു, നീ എന്നെ കൊല്ലാതിരുന്നാൽ മതി. ഞാനിനി ആ മനുഷ്യൻ്റെ ഭാഗത്തിലൊന്നും വേക്കാം. അവൻ നല്ല മിടുക്കനായിരുന്നു കേട്ടോ, മിസ്രൈമ്യനായിരുന്നു ഇവൻ. ഇവനെ ജോലിക്കെടുത്തത് മിസ്രൈംകാരനല്ല, അമാലേക്കനാണ്. ഇന്ത്യക്കാരൻ ഒരുത്തനെ അമേരിക്കക്കാരൻ ജോലിക്കെടുക്കണമെങ്കിൽ അവൻ കൊച്ചുപുള്ളിയാണോ? അവൻ മിടുക്കനായിരുന്നു. അവൻ ബൈലിംഗ്വൽ കപ്പാസിറ്റി, പല ഭാഷകൾ അവൻ അറിയായിരുന്നു. അല്ലെങ്കിൽ മിസ്രൈമ്യൻ അമാലേക്കിന്റെ ഭൃത്യനായിട്ട് ജോലി ചെയ്യൂ. അവന് ലാംഗ്വേജ് അറിയായിരുന്നു, അവന് പഠിത്തം ഉണ്ടായിരുന്നു, അവന് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അവന് വയ്യാതെ വന്നപ്പോഴത്തേക്ക് വെള്ളം കൊടുക്കാതെ അവനെ കളഞ്ഞിട്ട് പോയി. പക്ഷേ ഞാനതിനെ ഇങ്ങനെ പറയും, അവന് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രൈവറ്റ് കമ്പനിക്കാരൻ അവനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ ടെർമിനേറ്റ് ചെയ്ത് ചാകാൻ കിടക്കുന്നിടത്ത് ഒരാൾ വന്നു. അതാരായിരുന്നെന്നറിയാമോ? ദ അതോറിറ്റി, രാജാവ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയിലെ ജോലി പോയപ്പോൾ അവൻ അടുത്തത് ജോലി കിട്ടി. പാലസിനകത്ത്, രാജാവിനകത്ത്, കൊട്ടാരത്തിനകത്ത് ജോലി കിട്ടി. ദാറ്റ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ. ഹേ, നിനക്ക് വയ്യാതെ വന്നതും അവൻ നിന്നെ കളഞ്ഞിട്ട് പോയതും നിന്റെ നന്മയ്ക്കാ. എങ്കിലേ നീ ആ പാലസുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ. ഞാൻ മടങ്ങി വന്ന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ ഡിവൈൻ കണക്ഷൻസ് ഇതിനകത്ത് സംഭവിക്കുക. ബൈബിളുകളെ അടച്ചാട്ടെ. ചില സമയം നമ്മൾ സ്പിരിറ്റിലേക്ക്, ആത്മതലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ പോവുക.